पुण्य सवेरा से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर पालो अपना बसेरा तुम हो आत्मा तन से न्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ओम शांति। ओम शांति അവ്യക്ത ബാബ്ദാദ 19-3-90 റിവൈസ്ഡ് 10-4-22 उड़ती कला का आधार उमंग ഉത്സാഹ के पंख പറക്കുന്ന കലയുടെ ആധാരം ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറക് പറക്കുന്ന കലയുടെ ആധാരം ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറക് ബാബ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഉണർവും ഉത്സാഹവും എപ്പോഴും ഉണ്ടായിരിക്കും. കാര്യത്തിൽ നമ്മള് അനേക ജന്മങ്ങൾ കഴിഞ്ഞ് വലിയ ഒരു കർമ്മത്തിന്റെ ഭാണ്ഡം പേറി വന്നിരിക്കുന്ന ശക്തിഹീനരായ ആത്മാക്കളാണ്. 84 ജന്മം എന്ന് വെച്ചാൽ നിസ്സാരമാണ്. അപ്പൊ ബാബ എപ്പോഴും പറയാറുണ്ട്, രാവണൻ ശക്തിശാലിയും ബ്രാഹ്മണരെ ശക്തി കുറഞ്ഞവരുമാണ്. ബലവാന്റെ യുദ്ധം അല്ലെ ബലമില്ലാത്തവരുമായിട്ട്, നമ്മൾ ബലമില്ലാത്തവർ ബലവാനുമായിട്ട് യുദ്ധം ചെയ്യും. ധാരാളം കർമ്മക്കണക്കുകൾ, ധാരാളം സംഘർഷങ്ങള്, ലൗകികത്തിലെ അലൗകികത്തിലെ രോഗങ്ങള്. അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പൊ അവിടെ ബാബ പറയാണ്, മുന്നോട്ട് പോയേ മതിയാവും, ഇത് നമ്മുടെ ആത്മാവിന്റെ ആവശ്യമാണ്.
ബാബ നമ്മളെ സഹായിക്കും, പക്ഷെ ആ സഹായം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. അതിനെന്താ വേണ്ടത്? എന്ത് വന്നാലും നമ്മൾ ഉത്സാഹം പോകരുത്. എന്തെല്ലാം വന്നാലും ഉത്സാഹം. ഭക്തിയിൽ ഋഷികൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് വല്ലാത്തൊരു യാത്രയാണ്, അത്യന്തം മൂർച്ചയേറിയ വാൾത്തറയിൽ കൂടെയുള്ള ഒരു യാത്രയാണെന്നാണ് അവർ പറഞ്ഞത്. അവര് മാറി നിന്ന് തപസ് ചെയ്തവരാണ്. സൃഷ്ടിയുടെ രജോ കാലഘട്ടത്തിൽ സതോഗുണികളായ ശക്തിശാലികളായ ഋഷികൾ പറഞ്ഞിരിക്കുന്നു, ഈ മനസ്സിനെ ഈ അപ്പുറത്തേക്ക് എത്തിക്കുന്ന യാത്ര വളരെ കഠിനമാണ്. മമ്മ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ട് തലയുള്ള വാളിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. കാരണം നമ്മൾ ഗൃഹസ്ഥത്തിൽ ഇരിക്കുകയാണ്, നമ്മള് എല്ലാവരുടെ ഇടയിൽ ഇരിക്കുന്നു, നമ്മൾ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നില്ല, നമ്മള് എല്ലാം വിട്ട് പോയി ഒറ്റപ്പെട്ടിരുന്ന് തപസ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ആകെയുള്ളതെന്ന് വെച്ചാൽ ബാബയുടെ ഒരു ബലമാണ്. അപ്പൊ അവിടെ ബാബ നമ്മളോട് എപ്പോഴും എന്താ പറയുന്നത്? ഉത്സാഹം പോകാണ്ട് നോക്കിക്കൊള്ളു. ഉത്സാഹം പോയാൽ, നമ്മുടെ ഉത്സാഹം കെട്ടുപോയാൽ ബാബ പറയാണ് പിന്നെ തകർന്ന് തരിപ്പണമായി. അപ്പൊ ഇന്ന് ബാബ ആ വിഷയത്തെ കുറിച്ച് പറയാം. ഇത് 4 പേജും പാർട്ടിയോങ്കെ സാധൊന്നുമില്ല, 4 പേജും ഒറ്റ വിഷയത്തെ കുറിച്ച് ആയതുകൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം അധികം വിശദീകരിക്കാൻ സമയം. आज सर्व बच्चों के स्नेह संपन्न मिलन भावना और संपूर्ण बनने की श्रेष्ठ कामना के शुभ उमंग उत्साह के വൈബ്രേഷൻ ബാബ് ദാദ ദേഖ് രഹേ. ഇന്ന് എല്ലാ കുട്ടികളുടെയും സ്നേഹസമ്പന്നമായ മിലന ഭാവന, സ്നേഹസമ്പന്നമായ ബാബയുമായി മിലനം നടത്താനുള്ള ഭാവന, സമ്പൂർണമാകാനുള്ള ശ്രേഷ്ഠ കാമന, അതിന്റെ ശുഭ ഉത്സാഹത്തിന്റെ ഉണർവിന്റെ വൈബ്രേഷൻ ബാബ്ദാദയുടെ അടുത്ത് എത്തുന്നുണ്ട്. हर बच्चे के अंदर, उसमें भी इस कल्प में पहली बार मिलने वाले बच्चों का उत्साह और इस कल्प में अनेक बार मिलने वाले बच्चों का उत्साह अपना अपना. ബാബ പറയാണ്, ഈ കുട്ടികളിലെ ആദ്യമായിട്ട് ബാബയെ കാണാൻ വന്ന കുട്ടികളുണ്ട്, പഴയ കുട്ടികളുണ്ട്, രണ്ടുപേർക്കും അവരവരുടേതായ ഉത്സാഹം. जिसको आप अपनी भाषा में कहते हो नए बच्चे और पुराने बच्चे. നമ്മൾ നമ്മുടെ ഭാഷയിൽ എന്താ പറയുന്നത്? പുതിയ കുട്ടികള്, പഴയ കുട്ടികൾ, അല്ലെ? ആദ്യമായിട്ട് വരുന്നവര് പുതിയ കുട്ടികളാണ്, ഓൾറെഡി ഉള്ളവര് പഴയ കുട്ടികളാണ്. लेकिन हाय सभी अति पुराने से पुराने, क्योंकि पुरानी पहचान बाबा की तरफ, ब्राह्मण परिवार की तरफ आकर्षित कर हम लाई है. പക്ഷെ ബാബ പറയാണ്, ബാബയുടെ ഭാഷയിൽ എല്ലാവരും പഴയ കുട്ടികളാണ്. കാരണം എല്ലാവരും 5000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന കുട്ടികളാണ്. ഈ ലോകത്ത് ഏറ്റവും പ്രായമുള്ളവരാരാണ്? ബ്രാഹ്മണരാണ്. നമുക്ക് 5000 വർഷമായി. ബാബയുമായിട്ട് ആദ്യമായിട്ടാണ് വന്നതെങ്കിലും ബാബ എത്രയോ കൽപ്പത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബാബ പറയാണ്, ആ കഴിഞ്ഞ കൽപ്പത്തിന്റെ തിരിച്ചറിവ് ബാബയുടെ ഭാഗത്തേക്കും ബ്രാഹ്മണ പരിപാലനത്തിലേക്കും നമ്മൾ ആകർഷിച്ചു കൊണ്ടുവരാണ് ചെയ്തത്. അതായത് ബാബ പറയാണ്, സൂചിപ്പിക്കുന്ന ഇതാണ്, പുതിയ കുട്ടികള് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു എളുതരം അല്ലെങ്കിൽ ശക്തിഹീനരാകരുത്. ഏകസിർഫ് നിശാനി മാത്രം കഹാ ജാത്താ ഹെ നയ ഔർ. പിന്നെ ഇഹലോകത്തിലേതനുസരിച്ചാണ് പുതിയ കുട്ടികൾ പഴയ കുട്ടികൾ എന്നൊക്കെ പറയുന്നത്. तो नए बच्चों का उमंग उत्साह यही है कि थोड़े समय में बहुत आगे उठते हुए बाप समान बन करके दिखाई. അപ്പോൾ ബാബയും ആ ഭാഷ ഉപയോഗിക്കാം. ലൗകികത്തിലെ ഭാഷ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇഹലോകത്തിൽ പേരെന്താണ്? മുഹമ്മൂടി അങ്ങ് മാറ്റി. എന്തിനത്? പേരെന്താണ്? പ്രേക്ഷ. പേര് പറഞ്ഞു, പ്രേക്ഷകർ വേണമല്ലോ, അല്ലെ? അപ്പൊ പ്രേക്ഷ ബാബ പറയാണ്, പുതിയ കുട്ടികൾക്ക് എന്തായിരിക്കണം? എനിക്ക് അച്ഛനെ പോലെ ആകണം എന്നുള്ള നല്ല ഉത്സാഹമാണ് പുതിയ കുട്ടി. ഉത്സാഹം പോകരുത്. पुराने बच्चों का यही श्रेष्ठ संकल्प है कि जो बाप दादा से पालना मिली है, खजाना मिला है, उसका रिटर्न बाकी आगे सदा रखते. പഴയ കുട്ടികളുടെ ഉത്സാഹം എന്താണ്? ഇത്രയും നാൾ എന്നെ ഈശ്വരൻ പഠിപ്പിച്ചു, അപ്പൊ അത്രയും ഖജനാവ് എനിക്ക് നൽകിയിട്ടുണ്ട്, അത്രയും അനുഭവങ്ങൾ എനിക്ക് ബാബ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രതിഫലം എനിക്ക് ബാബയുടെ നടക്കിൽ പറ്റി, അല്ലെ? പഴയ കുട്ടികളിൽ നിന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, യാത്ര എന്ന് പറഞ്ഞാൽ ദുർഘടമാണ്. എല്ലാ തീർത്ഥയാത്രകളും ദുർഘടം. ഈ യാത്രയിലും ധാരാളം ദുർഘടങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ നടന്ന് കല്ലും മുള്ളും ചവിട്ടി നടന്ന് ഭവൻ ഒന്ന് നോക്കി, മുള്ളൊക്കെ ഉടഞ്ഞു, കാല് ശക്തിശാലിയായി. അപ്പൊ കാല് ശക്തിശാലിയാകുമ്പോൾ വലിയൊരു സമ്പത്തല്ലേ അത്. അപ്പൊ ബാബ പറഞ്ഞു, അവരല്ലേ മുന്നിൽ നടക്കണം. അപ്പൊ നിങ്ങൾ അങ്ങ് തളർന്നിരുന്നാലോ, മുള്ളും കല്ലുവാണെന്നും പറഞ്ഞിട്ട്, അല്ലേ? അപ്പൊ ബാബ പറഞ്ഞു, പഴയ കുട്ടികൾ എന്ത് ചെയ്യണം? ബാബയിൽ നിന്ന് കിട്ടിയ ഖജനാവിന്റെ അനുഭവങ്ങളുടെ ആ പ്രതിഫലം ബാബയുടെ നടക്കരുത്. പുതിയ കുട്ടികൾ എന്ത് തീരുമാനം എടുക്കണം? ഞങ്ങൾ പഴയകാലം മുന്നിൽ പോകും എന്ന് വെച്ചാൽ മത്സരമല്ല, അല്ലെ? ഇത് ലൗകികത്തിലെ പോലെ മത്സരമില്ല, ഇതൊരു പരിവാരമാണ്. പക്ഷെ ബാബ പറഞ്ഞ ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം, ഞാൻ ബാബയെ പോലെ ആകും. ബാബ എന്ന് വെച്ചാൽ ദൈവത്തെ പോലെ ആകാൻ പറ്റും. ധൈര്യം വേണം. ധോനം കാ ഉമംഗ് ഉത്സാഹ ശ്രേഷ്ഠ. ബാബ പറഞ്ഞ രണ്ടുപേരുടെ ഉത്സാഹം കൊള്ളാം.
और यही उमंग उत्साह പങ്കുബൻ ഉടുത്തി കലാക്കി और ले जा रहा. ഈ ഉത്സാഹമാണ് ഒരു ചിറകായി മാറി, ഈ ഉണർവും ഉത്സാഹവുമാണ് ഒരു ചിറകായി മാറി പറക്കുന്ന കലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഉടുത്തി കലാക്കെ പങ്ക് ज्ञान योग तो आई ही, लेकिन प्रत्यक्ष रूप में सारी दिनचर्या में हर समय हर कर्म में हर दिन नया उमंग उत्साह स्वतः ही उत्पन्न होता. പറക്കുന്ന കലയുടെ ആധാരം പൗർണ്ണ ജ്ഞാനവും യോഗം തന്നെയാണ്. ബ്രാഹ്മണ ജീവിതത്തിന്റെ ആധാരം ജ്ഞാനവും യോഗം. പക്ഷേ പ്രത്യക്ഷ സ്വരൂപത്തില് ഒരു ദിവസത്തിലെ ഓരോ സമയത്തും ഓരോ കർമ്മത്തിലും ഓരോ ദിവസവും ബാബ പറയാണ് നമുക്കത് പുതിയതായിരിക്കണം. ഉണർവും ഉത്സാഹവും അതിനെ പുതിയതാക്കും. ഓ, എത്ര നാളായി അമൃതവിളയിൽ എഴുതേക്കാം, എത്ര നാളായി മുരളി കേൾക്കും. നമ്മുടെ ഈ കനകമാജി പറയാറ്, ഓ എത്ര നാളായി ഇങ്ങനെ പറയാൻ പറ്റും. ഇനി ഞാനില്ല, ഈ ആളുകളോട്. ആളുകൾ ഇഷ്ടം പോലെ ഇനിയും കിടപ്പില്ലേ. പുതിയ പുതിയ ഇവിടുത്തെ പള്ളിയിലച്ചന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ ലൈല സിസ്റ്റർ. ബാബ എപ്പോഴും പറയാം എല്ലാ ധർമ്മത്തിൽപ്പെട്ടവർക്ക് ജ്ഞാനം കൊടുക്കും. നമ്മുടെ മെഗാ പ്രോഗ്രാമിന് നമ്മൾ എല്ലാ പള്ളിയിലും മുസ്ലിം പള്ളിയിലൊക്കെ കയറി ഇറങ്ങി. അപ്പൊ ഇഷ്ടംപോലെ സേവയുടെ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചതഞ്ഞറിഞ്ഞിട്ട് എന്ത് പറയും, ഓ അപ്പൊ തന്നെ നമ്മുടെ മൂഡ് പോയി. അവർ അങ്ങനെയല്ല, അമൃത വേള ദിവസവും ഉത്സാഹത്തോടും തിരുവടി നേരത്തെ എഴുതേക്കണം, തിരുവടി നന്നാക്കി എടുക്കണം, മുരളി കുറച്ചുകൂടി നന്നായിട്ട് കേൾക്കണം, മുരളി കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കണം, കുറച്ചുകൂടി പ്രദർശിനി പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം, കുറച്ചും കൂടി നമ്മൾ ഉയർത്തി എടുക്കണം. അപ്പൊ അതിനെന്ത് വേണം? പ്രേക്ഷ ഇങ്ങനെ ഇരുന്നാ പോരാ, നല്ല ഉത്സാഹം വേണം. ജഹം ഉമംഗ് ഉത്സാഹേ വഹി ഉടുത്തി കലാക്ക ആധാർ. ബാബ പറയണു പറന്നു പോകണമെങ്കിൽ ഉത്സാഹം വേണം, അല്ലെ ഉത്സാഹം വേണം. कैसा भी कार्य हो, चाहे सफाई करने का हो, बर्तन मांजने का हो, साधारण कर्म हो, लेकिन उसमें भी उमंग उत्साह നാച്ചുറൽ और നിരന്തരം. എന്ത് കർമ്മമാകട്ടെ, ബാബ പറഞ്ഞു ചൂലെടുത്ത് തൂക്കുന്ന കർമ്മമാകട്ടെ, പാത്രം കഴുകുന്ന കർമ്മമാകട്ടെ, ഏത് സാധാരണ കർമ്മമാണെങ്കിലും അത് ഉത്സാഹത്തോടു കൂടി ചെയ്യും. രണ്ട് രീതിയിൽ നമ്മൾ കർമ്മം ചെയ്യാറ്. അതെങ്ങനെയാണ്? ബാബ പറഞ്ഞ ലാചാരി, ഓ നിവർത്തികേട്, ഇത് ചെയ്യേണ്ട വന്നല്ലോ, ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കുന്നില്ല, ഉത്സാഹമാണെന്ന് വിചാരിക്കും. കണ്ടോ, അവര് ക്ലാസ് എടുക്കാം, നമ്മളിവിടെ പാത്രം കഴുകും. അല്ല, ഇവിടെ പക്ഷപാതങ്ങളാണ്. ഒക്കെ എങ്ങനെയൊക്കെ പിറുപിറുത്തോണ്ട് ചെയ്യും. അപ്പൊ ബാബ പറഞ്ഞു ചെയ്യും വേണം, ഉത്സാഹവും പോയി. പകരം ഈശ്വര സേവനമല്ലേ, ഭാഗ്യമാണെന്ന് വിചാരിച്ച് ബാബ പറഞ്ഞു നല്ല ഉത്സാഹത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യണം. എല്ലാ കർമ്മങ്ങളും നല്ല ഉത്സാഹത്തോടു ചൊടിയോടുകൂടി ചെയ്യണം. പറയാറില്ല പ്രേക്ഷ വിചാരിക്കണം വന്നാ ബദ്ധമായല്ലോ. ऐसे नहीं कि जब ज्ञान की पढ़ाई कर और करा रहा है, वह याद में बैठे है, किसको बिठा रहा है, वह आध्यात्मिक सेवा में बिजी है, तो उस समय सिर्फ उमंग उत्साह हो और साधारण कर्म हो तो स्थिति भी साधारण हो जाए, उमंग उत्साह भी साधारण हो जाए. यह उड़ती कला की निशानी. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉത്സാഹം, യോഗ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഉത്സാഹം, ഇങ്ങനെയുള്ള ആധ്യാത്മിക സേവ ചെയ്യുന്നതിൽ ഉത്സാഹം. പക്ഷെ ഒരു പാത്രം കഴുകുന്നതിൽ ഉത്സാഹമില്ല, ഒന്ന് ചൂലെടുത്ത് വരുന്നതിൽ ഉത്സാഹമില്ല. ബാബ അങ്ങനെ ആകരുത്. എല്ലാം നല്ല ഉത്സാഹത്തോടുകൂടി പറക്കുന്ന കലയിൽ ചെയ്യും. വാഹ് വാഹ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. എല്ലാ കർമ്മങ്ങളും അങ്ങനെ ചെയ്യും. ഉടുത്തി കലാവാലി ശ്രേഷ്ഠ ആത്മാക്കെ ഉമംഗ് ഉത്സാഹിക്കെ പങ്ക് സദാഹി ഉടുത്തെ രഹി. പറക്കുന്ന കലയുള്ള ശ്രേഷ്ഠ ആത്മാക്കളുടെ ഉണർവും ഉത്സാഹത്തിന്റെ ചിറക് സദാ ചിറകിട്ടടിച്ചവർ പറന്ന് 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 പോയിക്കൊണ്ടിരിക്കും. तो बाप दादा सभी बच्चों के उमंग उत्साह को देते. ബാബ എല്ലാ കുട്ടികളുടെയും ഉത്സാഹമാണ് തോന്നുന്നത്. എത്രത്തോളം കുട്ടികൾക്ക് ഉത്സാഹം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ബാബ പറയാറില്ലേ, ഈ തലയിലെഴുത്തെന്ന് പറയുന്നവൻ എനിക്ക് ഇഷ്ടമല്ല, അവനൊരു കാശിനും കൊള്ളാത്തവനാണ്, ഞാൻ വന്നിരിക്കുന്ന തലയിലെഴുത്ത് മാറ്റാൻ എന്റെ തലയിലെഴുത്ത് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. ബാബ പറഞ്ഞ അത് മാറ്റണമെന്നേ, തലയിലെഴുത്ത് മാറ്റിയെടുക്കണം. അതിനാണ് വന്നിരിക്കുന്നത്. വിഘ്നങ്ങളുടെ ജോലി എന്താ? വിഘ്നങ്ങളാണ് നമ്മളെ ബലമുള്ളവരാകുന്നത്. പങ്കുത്വ സഭിക്കേഹി ലേക്കിൻ കബി കബി ഉമംഗ് ഉത്സാഹമേ ഉടുത്തെ ഉടുത്തെ തപ്പ് ജാതി. ഈ ചിറക് എല്ലാവർക്കും ഉണ്ടെങ്കിലും, ഈ ബാബ വിഷയത്തിലേക്ക് കടക്കാം, ഇങ്ങനെയാണ് ആകേണ്ടത് അല്ലെ. ഉണ്ടെങ്കിലും പറന്ന് പറന്ന് ധാരാളം പേര് തളർന്നിരിക്കുക, ക്ഷണിച്ചിരിക്കുകയാണ്. कोई छोटा बड़ा कारण बनता है, अर्थात रुकावट आती है. कभी तो प्यार से बात कर लेते हैं, लेकिन कभी घबरा जाते. ചെറുതും വലുതുമായ കാരണങ്ങളുണ്ട്. പലരും ബാബ പറയാണ് തടസ്സങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ സ്നേഹത്തോടുകൂടി കടന്നു പോകും, ചിലപ്പോൾ ഭയപ്പെട്ടു പോകും. എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ആരുടെ ജീവിതവും നമ്മൾ പരീക്ഷിച്ചു. നമ്മൾ വിചാരിക്കും ഈ അഭിനേതാക്കന്മാർക്ക് മമ്മൂട്ടിക്ക് മോഹൻലാലിന്റെ സുഖമല്ലേ, എന്ത് കഴുത്തറപ്പ് മത്സരം അറിയാം. ഒരു പടം പൊട്ടിപ്പോയാൽ ഹോറിബിൾ ടെൻഷൻ. സച്ചിൻ ടെണ്ടുൽക്കർ പറയാറുണ്ട് ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഹോറിബിൾ ടെൻഷൻ. അപ്പൊ നമ്മൾ വിചാരിക്കുക കോടീശ്വരനാണ്, ലോകം അംഗീകരിക്കുന്ന ആളാണ്, പക്ഷെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നമുക്കറിയാം കഴുത്തറപ്പ് മത്സരമാണ് അവർ. എല്ലാവർക്കും വിഘ്നങ്ങൾ തടസ്സപ്പെടും. നമ്മൾ ഈ നമ്മളെ മാത്രം നോക്കുന്നുണ്ടാണ് കുഴപ്പം. നമുക്കാണ് ഏറ്റവും കുറച്ച് വിഘ്നം.
കാര്യം അധികം വിഘ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? പിച്ച് തോണ്ടി മാന്തി ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമുക്കത് വലിയ പ്രശ്നമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ലോകം വിഘ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ ഘോഷയാത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, കുട്ടികൾ ചിലപ്പോൾ സ്നേഹത്തോടുകൂടി കടന്നു പോകുന്നുണ്ട് പ്രശ്നങ്ങളിൽ, പക്ഷെ പലപ്പോഴും വരണ്ടു പോകും. जिसको आप लोग कहते हैं कंफ्यूजन हो जाते हैं, इसलिए सहज पार नहीं करने के कारण थक जाते हैं. കുറച്ച് കൂടുതൽ വിദേശികളാണ്. അപ്പൊ ബാബ പറയുന്നത് ഇതിനെയാണ് നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. ബാബ എന്ത് ചെയ്യണമെന്നൊരു പിടികിട്ടുന്നില്ല. ബാബ പറയാണ് സഹജമായി മറികടന്നതിന് പകരം ക്ഷീണിച്ചു പോകും. लेकिन दौड़ा दौड़ा थकते ही फिर भी लक्ष्य श्रेष्ठ के मंजिल अति प्यारी लगती इसलिए उड़ने लगती. എന്നാലും ആ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് വളരെ ശ്രേഷ്ഠമായ ഒരു ലക്ഷ്യമാണ്, ദൈവമാണ് വന്നിരിക്കുന്നത്, സമയം എന്നതായി ഇങ്ങനെയുള്ള വിചാരങ്ങൾ കൊണ്ടുവന്നിട്ട് ബാബ പറയാണ് അപ്പുറത്തേക്ക് പറക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും എന്താണ്, നമ്മൾ നിന്നു പോകാൻ, യാത്ര നിലച്ചു പോകുന്നു. ശ്രേഷ്ഠ ലക്ഷ്യ और प्यारी मंजिल और बाबा के प्यार का अनुभव थकावट से नीचे की स्थिति में ठहरने नहीं देता है, इसलिए फिर से उड़ने लग जाते हैं. ആ ശ്രേഷ്ഠ ലക്ഷ്യവും ആ സ്നേഹം നിറഞ്ഞ നമ്മുടെ ആ ലക്ഷ്യവും ബാബയോടുള്ള സ്നേഹത്തിന്റെ അനുഭവം കാരണം നമ്മൾ ക്ഷീണിച്ച് താഴ്ത്ത സ്ഥിതിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നടക്കാണ് ചെയ്യുന്നത്. കരുതുണ്ടെങ്കിൽ വലിയൊരു ലക്ഷ്യമാണ് ബാബ പറഞ്ഞിരിക്കുന്നത്. ബാബയാണ്, ഈശ്വരനാണ്, ഒരിക്കൽ മാത്രമേ ഈശ്വരൻ വരുള്ളൂ, ഈശ്വരനാണ് എന്റെ കൈ പിടിച്ചിരിക്കുന്നത്, അതൊരു വലിയൊരു ഭാഗ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിചാരങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ക്ഷീണമുണ്ടെങ്കിൽ പോലും എഴുന്നേറ്റ് നടക്കാം. फिर भी बाबा का प्यार रुकने नहीं देता और प्यार में मेजोरिटी पास है, इसलिए रुकावट कितना भी रोकने की कोशिश करे और करते. ബാബ പറയാണ് എന്നാലും കുട്ടികൾക്ക് ബാബയുടെ സ്നേഹമുള്ളത് കൊണ്ട് അവിടെ നിന്ന് പോകുന്നില്ല. സ്നേഹത്തിൽ ഭൂരിഭാഗം കുട്ടികളും പാസ്സാണ്. അതുകൊണ്ട് എത്ര തടസ്സങ്ങൾ വന്നാലും ബാബ പറയാണ് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് കുട്ടി. കബി കബി സോചിത്തെ ബടാ മുഷ്കിൽ ഹെ ഇസ്സേ തോ ജൈസേ തേ വൈസേ. ചിലപ്പോൾ ചിന്തിക്കുകയാണ് പറ്റത്തില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതിനേക്കാളും നല്ലത് പഴയ ലൗകികമാണ്. അങ്ങനെ ചിലപ്പോൾ വിചാരിച്ചു ലൗകികത്തിലേക്ക് പോയി, ലൗകിക ജോലി, ലൗകികത്തിൽ ഇത് വലിയ പാടാണ്, ഇത് മുന്നോട്ട് പോകാൻ എന്ന് അത്രയും പ്രശ്നമുണ്ട്. लेकिन चाहते भी पास्ट लाइफ में जाने का मजा नहीं आता, क्योंकि पहले तो इस परमात्मा प्यार और देहदारियों का प्यार दोनों का अंदर सामने तो उड़ते उड़ते जब टहरती कला में आ जाते तो दो रास्तों के बीच में होते हैं और सोचते इधर जाए वह उधर जाए. പക്ഷെ പോകാൻ പറ്റുന്നില്ല. കരുതുന്നെങ്കിൽ ബാബയുടെ സ്നേഹം, ഈ ബ്രാഹ്മണപരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ഒരു സ്നേഹം, ഇതിന്റെ ഒരു വേറിട്ട അവസ്ഥ, ഇതിന്റെ ഒരു ശുദ്ധീകരണ അവസ്ഥ അല്ലെ. നമുക്ക് ലൗകികത്തിൽ പോയാൽ ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല, കാരണം അസ്വസ്ഥത ഉണ്ടാവും, അഴുക്ക് പിടിച്ചല്ലോ. അപ്പൊ അതിന് രണ്ടും വ്യത്യാസം അറിയാവുന്നത് കാരണം നമ്മളൊരു പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ ഒരു നാൽക്കവലയിൽ വന്ന് നിൽക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രണ്ട് വഴികൾ, ലൗകികത്തിലേക്ക് പോകണോ അതോ ബാബയുടെ മാർഗത്തിൽ തന്നെ പോകണോ, ഒരു കൺഫ്യൂഷൻ വരും. കാര്യം അത്രയും പ്രശ്നം എല്ലാവരുടെയും ജീവിതത്തിൽ, എല്ലാ ബ്രാഹ്മണരുടെയും ജീവിതത്തിൽ അതുണ്ടാവും, ഉറപ്പാണ്. അത് ലൗകികത്തിൽ നിന്നായിരിക്കാം, അലൗകികത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സംസ്കാരത്തിൽ നിന്നായിരിക്കാം. അപ്പൊ എങ്ങോട്ട് പോകണം? കഹാം ജായി, ഇനി എവിടേക്ക് തിരിയും? लेकिन परमात्मा प्यार का अनुभव कंफ्यूज को सूर्जित कर देता है और उमंग उल्लास के पंख मिल जाते हैं, इसलिए सोचते भी फिर टकरती कला से उड़ती कला में उड़ जाते. എന്നാൽ ബാബയുടെ സ്നേഹം, പരമാത്മ സ്നേഹം, ആ അനുഭവം ഈ കൺഫ്യൂഷനിൽ നമുക്കൊരു ജീവൻ നൽകാണ്. വീണ്ടും നമ്മൾ ഉത്സാഹത്തോടു കൂടി ആ ചിറക് വെച്ചിട്ട് വീണ്ടും ചിന്തിക്കുകയാണ്, പറന്നു തന്നെ പോകണം, നിങ്കരുത്, തങ്ങി നിൽക്കരുത്, വീണ്ടും പറന്നു. ബാത്തേം ബഹുത് ചോട്ടി ചോട്ടി ഹോത്തി ഹി ലേക്കിൻ ഉസ് സമയം കംജോർ ഹോനേക്ക് കാരണം വലിയ. ബാബ പറയാണ് കുട്ടികളെ പ്രശ്നം ചെറുതാണ്, പക്ഷെ ഈ കൺഫ്യൂസ്ഡ് ആയത് കാരണം, ആ സമയത്ത് നമ്മൾ ദുർബലമായത് കാരണം പ്രശ്നം വലുതായി തോന്നിയതാണ്. പ്രശ്നം ചെറുതാണ്, പക്ഷെ പല കാര്യങ്ങൾ ചിന്തിച്ച്, ചിന്ത ഏറ്റവും എന്താണ്, ഭാവിയെ കുറിച്ച് ആളുകൾ ചിന്തിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ പോകാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവും. എത്ര പേരെ ദിവസവും ചോദിച്ചു ഭാവി എങ്ങനെയാണ്? അപ്പൊ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ബാബ നൽകിയിരിക്കുന്ന ഗ്യാരണ്ടി ഒക്കെ വിട്ടു. അപ്പൊ പറയാണ് വേണ്ട, ലൗകികത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ പോകും. ബാബയുടെ പ്രശ്നം ചെറുതേ ഉള്ളൂ, പക്ഷെ വലുതായി പോയതാ. കാര്യം നമ്മൾ ചെറുതായി. जैसे शरीर की कमजोरी वाले को एक पानी का ग्लास उड़ाना भी मुश्किल लगता, और जो हिम्मत वाला है उसको 2 बाल्टी उड़ाना भी घेर लगता है. ശരീരം വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലെ. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം വരുമ്പോഴെന്താ ബാബ പറഞ്ഞ നല്ലത് എൻ്റെ ഉണ്ടെങ്കിലോ 2 ബക്കറ്റ് വെള്ളം പൊക്കി എടുത്തു, നല്ല ഉത്സാഹത്തോടു കൂടെ ഒഴിക്കും. പക്ഷെ അത് കഴിഞ്ഞൊരു പനി പിടിച്ചു,
ഉള്ളവരല്ലേ എനിക്ക് തീരെ വയ്യ, ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റില്ല. ഐസേ ഹി ചോട്ടി സി ബാത് ബഡി അനുഭവ കറയിലകത്തെ. അപ്രകാരം ബാബ പറയും, ഈ ചെറിയ കാര്യം നമ്മുടെ ദൗർബല്യം കൊണ്ട് വലുതായിട്ട് തോന്നിയതാണ്. തോ ഉമംഗ് ഉത്സാഹിക്കെ പങ്ക് സദാ ഉടാത്തെ രഹത്. അപ്പൊ ബാബ പറയാണ്, സദാ നമ്മള് ആ ഉണർവിന്റെയും ഉത്സാഹത്തിന്റെയും ചിറകുകൾ വെച്ച് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യം എന്ന് മനസ്സിലാക്കി, വീണുപോയാൽ നമുക്കാ നഷ്ടം, നിന്നു പോയാൽ നമുക്കാ നഷ്ടം. ഒരു സെക്കൻഡ് നമ്മൾ നിന്നാലുണ്ടല്ലോ ധാരാളം പേര് കടന്നു പോകാൻ, വേറെ ആരങ്ങ് പോകേ. വീണു പോയാലുണ്ടല്ലോ വേറെ അവരവർക്കേ നഷ്ടം, വേറെ എനിക്ക് നഷ്ടമില്ല, വേറെ ആർക്കും നഷ്ടമില്ല. വീണാൽ ചിരിക്കുന്നവരും ധാരാളമാണ്, വേറെ അവർ ചിരിക്കൂ. കൈ പിടിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായില്ല, വേറെ ഞാനും ഉണ്ടാവും. അതുകൊണ്ട് ബാബ പറഞ്ഞു ധൈര്യമായിട്ട് അവരവർക്കാ നഷ്ടം. रोज अमृत वेले अपने सामने सारा दिन किस स्मृति से उमंग उत्साह में रहे, വെറൈറ്റി ഉമംഗ് ഉത്സാഹിക്ക് പോയിന്റ് ഇമർജ് കരും. ബാബ നമുക്കൊരു വിധി പറഞ്ഞുതരാം. അമൃത വേളയിൽ എഴുന്നേറ്റിട്ട് ഈ ഉത്സാഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ബാബ എന്തെല്ലാം പോയിന്റുകൾ നൽകിയിട്ടുണ്ട്, ബാബ അതൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകുക. ദിവസം അമൃത വേള ഉത്സാഹത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ബാബ നമുക്ക് ധാരാളം പോയിന്റുകൾ നൽകി. വിഘ്നങ്ങളാണല്ലോ തടസ്സം. ബാബ എന്തോ വിഘ്നങ്ങളൊക്കെ ഡ്രാമയിലുള്ള കർമ്മകണക്ക് തീർക്കാനാണ്. ഇനി അവനെ പേടിക്കൊന്നും വേണ്ട, ഇതിനാരും ബോംബ് വെച്ച് തകർക്കില്ല, അങ്ങനെ പേടിക്കില്ല. ഭയമുണ്ട് ധാരാളം ബ്രാഹ്മണ പരിപാടി അല്ലെ. അപ്പൊ ബാബ പറയാണ് ഉത്സാഹത്തിന്റെ പോയിന്റുകൾ രാവിലെ സിർഫ് ഏക് ഹി പോയിന്റ് की मैं ज्योतिर्बिंदु हूं, बाबा भी ज्योतिर्बिंदु है, घर जाना है, फिर राज्य में आना है. एक ही बात कभी कभी बच्चों को बोर करते. രാവിലെ എഴുന്നേറ്റ് ഞാൻ ബിന്ദുവാണ്, ബാബ ബിന്ദുവാണ്, ഇപ്പോൾ വീട്ടിൽ പോകണം, തിരിച്ച് രാജ്യത്തിൽ വരണം. ഇതൊക്കെ എന്നും മുരളി പറയുന്ന പോയിന്റാണ്. ഇത് മാത്രം രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യും, വേറെ ബോറടിക്കും അല്ലെ. ഞാൻ ബിന്ദുവാണ്, അത് ബിന്ദുവാണ്, അവിടെ പോകണം. അപ്പൊ നമ്മളൊരിക്കലും ഇത് എന്നും ഇതൊക്കെ തന്നെയാണ്. ഇത് എന്തൊരു യോഗം അല്ലെ. യോഗത്തിന് രണ്ടർത്ഥം നമ്മൾ പറയല്ലേ, എന്റെ യോഗ കഷ്ടം അല്ലെ. അപ്പൊ യോഗം ആധ്യാത്മിക യോഗം കൊണ്ട് നമ്മൾ പറയല്ലേ ഇത് വല്ലാത്തൊരു യോഗം. അപ്പൊ ഇത് എന്തൊരു യോഗമാണ്. ഒരു സോചിത്തെ കൊച്ചിനായാൽ ചായ. അപ്പൊ വിചാരിക്കുകയാണ് ഇത് പോരാ എന്നാ ഇനി ആർട്ട് ഓഫ് ലിവിങ്ങിൽ പോയിട്ട് ശ്വാസം പിടിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ വേറെ ഒരിടത്തും പോയാലും അങ്ങനെയൊക്കെ ചിന്തിക്കും. അതിനെ വേറെ വഴിക്ക് പോകാം. ലേക്കിൻ ഹർ ദിൻ की मुरली में उमंग उत्साह की भिन्न भिन्न പോയിന്റുകൾ. ദിവസമുള്ള മുരളിയിലെ ബാബ പറയാതെ ഉത്സാഹത്തിനുള്ള ഭിന്ന ഭിന്ന പോയിന്റുകൾ ബാബ നൽകുന്നുണ്ട്. വക ഉമംഗ് ഉത്സാഹിക്ക് വിശേഷ പോയിന്റ് അപ്നെ പാസ് നോട്ട് തരും. ആ ഉണർവിനും ഉത്സാഹത്തിനുമുള്ള പോയിന്റുകൾ വിവിധ സംഘർഷങ്ങളുടെ ഇടയിൽ എങ്ങനെ ഉത്സാഹത്തോടു കൂടി പോകാം. ബാബ പറഞ്ഞ ആ പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യും. ബഹുത്ത് ബഡി ലിസ്റ്റ് ബനാ സക്തേ ഹൈ. ഒന്നും രണ്ടും പോയിന്റുകളൊന്നും അല്ല. ഓരോ വാണിയിലും സാകാരവാണിയിലും അവ്യക്തവാണിയിലൊക്കെ ധാരാളം പോയിന്റുകളുണ്ട്. ബാബ അതൊക്കെ നോട്ട് ചെയ്യും. ഡയറി में भी നോട്ട് करो तो बुद्धि में भी നോട്ട് करो. ഡയറിയിലും നോട്ട് ചെയ്യണം, ബുദ്ധിയിലും നോട്ട് ചെയ്യൂ. जब बुद्धि में इमर्ज न हो तो डायरी में इमर्ज करो और वैरायटी पॉइंट हर रोज नया उमंग उत्साह बढ़ाए. ബുദ്ധിയിൽ ചിലപ്പോൾ ശൂന്യതയിലേക്ക് പോകും, അവർ ആ ഡയറി എടുത്തു കുറെ പോയിന്റുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അവർ അതെടുത്ത് വായിക്കും. അപ്പൊ ബാബ പറയാണ് ദിവസവും പുതിയ പുതിയ പോയിന്റുകൾ വന്ന് നമ്മുടെ ഉത്സാഹം വർദ്ധിക്കും അല്ലെ. മുരളി കേൾക്കുന്നതിലേക്ക് അമൃതവേള കുറച്ച് സേവ ചെയ്തില്ലെങ്കിൽ നമ്മൾ തളർന്നു. അതുകൊണ്ട് നാലാമത്തെ വിഷയമായിട്ട് ബാബ സേവ ചെയ്യും. ഈ ബ്രാഹ്മണ പരിവാരത്തിന്റെ കൂടെ എങ്ങനെയും ഒന്നിച്ച് പോകാം. ഒന്നും വേണ്ട, ഒറ്റയ്ക്ക് പോയി സേവ ചെയ്യാൻ. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വേറെ ഒന്നും ഒറ്റയ്ക്ക് പോയി സേവ ഞാൻ പോകും. उत्साह कटो। मनुष्य आत्मा का यही नेचर है, वैरायटी पसंद आती है, इसलिए चाहिए ज्ञान की पॉइंट मनन करो या रूहान करो। सारा दिन बिंदु याद करेंगे तो बोर हो जाएगी. മനുഷ്യാത്മാവിന് ഒരു പ്രകൃതമുണ്ട്, അതായത് വൈവിധ്യമാണ് ഇഷ്ടം. ഒരേ ആഹാരം തന്നെ ദിവസവും കഴിക്കാണ്. ഈ ദോശ ചമ്മന്തി, ദോശ ചമ്മന്തി, ദോശ അല്ലെ പുട്ട് കടല, ബോറടിക്കില്ലേ പരീക്ഷ? എന്തെങ്കിലുമൊക്കെ വേണ്ട, അപ്പം ഇടിയപ്പം അല്ലെ, അമ്മമ്മ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാറ്. ഒരു രക്ഷയില്ല, ഹോട്ടലിൽ പോകും. അപ്പൊ ബാബ പറയാണ് വെറൈറ്റി പോയിന്റ്, വെറൈറ്റിയാണ് മനുഷ്യർക്ക് ഇഷ്ടം. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പോയിന്റുകൾ മനനം ചെയ്യണം, ബാബയോട് സംസാരിക്കണം. ഈ ദിവസം മുഴുവൻ ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോറടിക്കും, അത് സ്വാഭാവികമാണ്. ലേക്കിൻ ബിന്ദു ബാബ ബി ഹേ ബിന്ദു ആപ് ബി ഹു. ബാബ ഞാൻ മാത്രമല്ല ബിന്ദു, നീയും ബിന്ദുവാണ്. അതുകൊണ്ട് ഇന്ന് ഓർമ്മ കൊള്ളണം. സംഗം യുഗം पर ഹീറോ പാട്ടുധാരി ബി ഹോ, സീറോ കെ സാത്ത് ഹീറോ ബി ഹോ. സംഗം യുഗത്തിൽ നമ്മൾ ഹീറോ പാട്ടുധാരിയാണ്, സീറോന്റെ കൂടെ ഹീറോയും കൂടിയാണ്. അതായത് കേവലം ബിന്ദു മാത്രമല്ല, ഈ താഴെ വന്നിട്ട് ഒരു ചക്രമുണ്ട് അല്ലെ. എത്ര ജന്മങ്ങളിൽ കൂടി എത്ര വൈവിധ്യമാർന്ന യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബുദ്ധൻ വന്നില്ലേ, ബുദ്ധന്റെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നില്ലേ? ശങ്കരാചാര്യ വന്നില്ലേ, നമ്മൾ ഉണ്ടായിരുന്നില്ലേ? അവർ ആ കാലഘട്ടത്തിൽ കൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് ചക്രം തിരിച്ചിട്ട്.
ഭാരതത്തിന്റെ ആ കാലം, സത്യത്തിലെ കാലം, ത്രേതായത്തിലെ കാലം രാമന്റെ കൂടെ നമ്മളുണ്ടായിരുന്നു. ലോകത്ത് ആർക്കെങ്കിലും ഭാഗ്യമുണ്ടോ? സാക്ഷാൽ നാരായണന്റെ കൂടെ നമ്മളുണ്ടായിരുന്നു. ബുദ്ധം വന്നപ്പോ നമ്മളുണ്ടായിരുന്നു. ശങ്കരാചാര്യ നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നു. എല്ലാവരും കൂടെ നമ്മൾ ദേവാത്മാക്കൾ. അപ്പൊ ബാബ പറയാണ്, സീറോ മാത്രമല്ല, ഇവിടെ ഒരു ഹീറോയും കൂടി ആയിരുന്നു. അതും കൂടി ഓർമ്മ വേണം. സിർഫ് സീറോ നഹി, കേവലം ഈ മുക്തിയിലേക്ക്, അതാണ് ഡ്രൈ ആയി പോകുന്നത്. കേവലം മുക്തിയിലേക്ക് പോകണം. നമുക്കൊരു ബിന്ദുവായി ബിന്ദുവിന്റെ അടുത്ത് പോകണം. ബാബ എപ്പോഴും പറയല്ലേ, സത്ത എന്ന് ഓർമ്മിക്കും. ചിലത് തലയിൽ തിരിക്കും. സത്ത ബാബി ഓർമ്മിക്കാനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു ചക്രം തിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, സേവ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ. 24 മണിക്കൂറും ബിന്ദുവിനെ ഓർമ്മിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ബാബ പറഞ്ഞു മാക്സിമം പറഞ്ഞ 8 മണിക്കൂറൊക്കെ ബിന്ദുവിനെ ഓർമ്മിച്ചു. അങ്ങനെയല്ലേ ലൈല സിസ്റ്റർ? അല്ലെ, ലൈല സിസ്റ്റർ ഇത്രയൊക്കെ കേട്ടിട്ട് ഉറക്കം. ബാബ പറയാണ് കേവലം സീറോ ആകല്ലേ, സംഗം യുഗ് पर ഹീറോ होने के कारण सारे दिन में വെറൈറ്റി പാർട്ട് ബജാത്തെ. സംഗം യുഗത്തിൽ നമ്മൾ ഹീറോ ആയതുകൊണ്ട് ബാബ പറഞ്ഞു ദിവസം മുഴുവൻ വെറൈറ്റി പാർട്ട് അഭിനയിക്കണം. കുറച്ച് പാത്രമൊക്കെ കഴുകി, കുറച്ച് പറമ്പിലത്തൊക്കെ ചെയ്ത്, കുറച്ച് മുരളിയൊക്കെ പഠിച്ച്, കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്ത്, കുറച്ച് ആരെങ്കിലും VIP-സിനൊക്കെ കാണാൻ പോയി, കുറച്ച് സുഖമില്ലാത്തവരുടെ അടുത്തൊക്കെ പോയി ക്ലാസ് ഒക്കെ കൊടുത്ത് ജീവിതം എന്ത് ചെയ്യണം? ആസ്വദിക്കണം. വെറുതെ ഒരേപോലെ ജീവിക്കുകയാണെങ്കിൽ ഒരേപോലത്തെ ബാബ പറഞ്ഞിട്ടുണ്ട് രുചിയോടുകൂടി കഴിക്കരുത്. ബാബ പറഞ്ഞു രുചിയോടുകൂടി കഴിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ആസക്തി പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രുചിയോടുകൂടി കഴിക്കണം, രുചിയോടുകൂടി സേവ ചെയ്യണം. ഭാവിത്ത് അത് കുറച്ച് ചെയ്യണം. मुझे सीरो का सारे कल्प में क्या क्या पार्ट रहा है और इस समय क्या हीरो पार्ट है, किसके साथ पार्ट है, कितना समय और क्या पार्ट बजाना है, इस वैरायटी रूप से सीरो बन अपने हीरो पार्ट की स्पर्धे में रखो. സീറോ ആണ് ഞാൻ, ആത്മാവാണ് ഞാൻ, ഒരു സീറോയാ, ബിന്ദുവാണ്. പക്ഷെ ഒരു കൽപ്പത്തിൽ ഞാൻ എന്തെല്ലാം പാർട്ട് അഭിനയിച്ചു. ഈ സമയത്ത് എന്റെ ഹീറോ പാർട്ട് എന്താ? പരമാത്മാവിന്റെ കൂടെയാണ്. ആരുടെ കൂടെയാണ് എന്റെ പാർട്ട്? ഇത് എത്ര സമയമാണ് ഈ പാർട്ട്? ബാബ പറയുന്നു വെറൈറ്റി രൂപത്തിൽ സീറോ ആയി തന്റെ ഹീറോ പാർട്ട് സ്മൃതിയിൽ കൊണ്ടുവരണം. നമ്മള് ഹീറോ ആണെന്നുള്ള കാര്യം സ്മൃതിയിൽ കൊണ്ടുവരണം. അതായത് മുക്തി മാത്രം പോരാ, ജീവൻ മുക്തിയെ കുറിച്ചും കൂടി നമ്മൾ മനനം ചെയ്യണം. യാതുമേമ്പി നമുക്ക് ശരീരമുണ്ട്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ശരീരമുണ്ട്. ചിലർക്ക് വല്ലാത്ത തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ആത്മാവാണ്. ബാബ പറയുന്നത് എന്താണ്? കുട്ടികളെ ശരീരമല്ല എന്ന ബോധം വന്നാൽ മതി. ശരീരം ആവശ്യമുള്ള ഒരു സാധനം. അപ്പൊ കുറച്ച് നമ്മൾ ശരീരത്തിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്സാഹം വരും. എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഒരേ ഒരു നമ്മൾ ആഹാരം മര്യാദയ്ക്ക് കഴിക്കത്തില്ല, ഡ്രസ്സ് മര്യാദയ്ക്ക് ധരിക്കത്തില്ല, ഒരു എക്സർസൈസും ഇല്ല, ഒന്നുമില്ല. ഇത് പാവം ഇത് ഞാൻ വല്ല ഇങ്ങനെ സന്യാസി, ഉണക്ക സന്യാസി എന്ന പാവം, സൂഖ സന്യാസിയാകാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ഗൃഹസ്ഥരായിരുന്നവർക്ക് ഈ സൂഖ സന്യാസം നമ്മൾ ഡ്രൈ ആയി പോകും. याद में भी वैरायटी रूप से कभी बीज रूप स्थिति में, कभी फरिश्ता रूप में, कभी रूहान के रूप में रखो. ഇനി ഓർമ്മയുടെ കാര്യത്തിലാണെങ്കിൽ ബാബ പറഞ്ഞു ഇടയ്ക്ക് ബീജരൂപസ്ഥിതിയിൽ ഇരിക്കുക, ഇടയ്ക്ക് ഫരിസ്ത രൂപം അടക്കി, ഇടയ്ക്ക് റൂഹാൻ ചെയ്യുക, ഇടയ്ക്കൊന്ന് മധുമനയിൽ പോകുക, ഇടയ്ക്ക് മറ്റു സെന്ററുകളിലേക്ക് പോകുക, ഇടയ്ക്ക് നെഗറ്റീവ് ചിന്തിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് കൊടുക്കുക, ഇടയ്ക്ക് ആശുപത്രി കിടക്കുന്നവരുടെ അടുത്തേക്ക് ഒന്ന് പോകും. പറഞ്ഞു എപ്പോഴും ഞാൻ ബിന്ദു, അത് ബിന്ദു. പറഞ്ഞു ഇങ്ങനെ 24 മണി അല്ലെങ്കിൽ അമൃതവേളയിൽ നമ്മൾ ബോറായി പോകില്ല, ഡ്രൈ ആയി പോകും. അതുപോലെ ദിവസം മുഴുവൻ ഇങ്ങനെ ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞിരുന്നാലും പറഞ്ഞു ജീവിതം വൈവിധ്യമുള്ള, കളർഫുൾ അല്ലേ, പ്രപഞ്ചം എത്ര കളർഫുൾ ആണ്. കബി ബാബയ്ക്ക് മിലേ ഹുയെ ഖജാനയ്ക്ക് ഏക്ക് രത്നക്കോ സാമനെ ലാവും. ബാബയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അമൂല്യമായ രത്നങ്ങൾ മുന്നിൽ കൊണ്ടുവരണം. എന്നിട്ട് അതിനെ കുറിച്ചൊന്ന് പോളിഷ് ചെയ്ത് മനനം ചെയ്ത് നോക്കാം. ജിസ് സമയ ജോ രുചി ഹോ ഉസി രീതി സെ യാദ്. ഏത് സമയത്ത് എന്താണ് രുചി അതനുസരിച്ച് ഓർമ്മ ചെയ്യുക, രുചിയോടുകൂടി എല്ലാം ചെയ്യും. जिस समय जिस संबंध से बाबू का मिलन, बाबू का स्नेह चाहो, उस संबंध से मिलन मनाओ. इसलिए जो सर्व संबंध से बाप ने आपको अपना बनाया और आपने भी बाबू को सर्व संबंध से अपना बनाया. അതേപോലെ തന്നെ ഏത് സമയത്ത് ഏത് ബന്ധമാണോ വേണ്ടത് ആ ബന്ധത്തിൽ ബാബയുടെ സ്നേഹം കൊണ്ടുവരണം, സംഭാഷണം ചെയ്യുന്നു. ബാബ പറയുന്നു എല്ലാ സംബന്ധങ്ങളിലും നിന്നെ ഞാൻ സ്വന്തമാക്കിയതുപോലെ എല്ലാ സംബന്ധങ്ങളിലും നീ എന്നെയും സ്വന്തമാക്കിയിട്ട് നമ്മൾ ബാബയോട് സംസാരിക്കുന്നു. അതുപോലെ ബന്ധങ്ങളൊക്കെ കൊണ്ടുവരും. സിർഫ് ഏക സംബന്ധത്വം നഹി ഹേ, വെറൈറ്റി ഒരു സംബന്ധം അല്ലല്ലോ, എല്ലാ സംബന്ധവും തന്നിട്ടില്ലേ. ലേക്കിൻ ഏക ബാത്ത് ധ്യാൻ മേ രഖ്നി ഹി, സിവായ ബാബ് കെ പ്രാപ്തിയോ കെ വാ സിവായ ബാബ് കെ ഖജാനോ കെ ഔർ കോയി യാദ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ചോളണേ. ഒരു കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം, ബാബ അല്ലാതെ, ബാബയിൽ നിന്ന് ലഭിക്കുന്ന പ്രാപ്തികളല്ലാതെ, ബാബയിൽ നിന്ന് ലഭിച്ച ഖജനാവുകളല്ലാതെ മറ്റൊന്നും ഓർമ്മയിൽ വേണ്ട. അതായത് നമുക്ക് തോന്നാണ് ഈ ജീവിതം ഒരു ഡ്രൈ ആണ്,
എന്നാൽ ലൗകികത്തിലുള്ള ആൾക്കാരുടെ കൂടെ ലൗകികത്തിലൊരു സംബന്ധം പാലിക്കേണ്ടവരും, പക്ഷെ അവരുടെ കൂടെ കുറച്ചുകൂടി പോകാം, കുറച്ച് വീടുമായിട്ട് ഒരു ബന്ധമായി നമുക്കൊരു തോന്നൽ വരാണ്, കുറച്ച് വീടുമായിട്ട് ലൗകികത്തിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാം. അപ്പൊ വിചാരിക്കുകയാണ് ഓ എല്ലാം വേണം മനുഷ്യന്മാർ. ചിലർ പറയാറില്ല ഞാൻ ബ്രഹ്മകുമാരിസിലും പോകാറുണ്ട്, എല്ലായിടത്തും പോകാറുണ്ട്, എല്ലാം മനുഷ്യർക്ക് വേണം. അപ്പൊ അവരുടെ ഇപ്പൊ എന്നെ കിട്ടിയല്ലോ, ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ആളെ കിട്ടിയല്ലോ. അപ്പൊ ബാബ പറയാണ് വെറൈറ്റി അന്വേഷിച്ച് എന്നെ വിട്ട് പുറത്തേക്ക് പോകണം. വെറൈറ്റി പ്രാപ്തി ഹെ, വെറൈറ്റി ഖജാന ഹെ, വെറൈറ്റി സംബന്ധ ഹെ, വെറൈറ്റി ഖുഷിക്ക് ബാത്തേ ഹെ, ഉമംഗ് ഉത്സാഹിക്ക് ബാത്തേ. പറഞ്ഞു എന്റെ ഖജനാവിൽ തന്നെ അനേക പ്രാപ്തികളുണ്ട്, അനേക ഖജനാവുകളുണ്ട്, അനേക സംബന്ധങ്ങളുണ്ട്, അനേക സന്തോഷത്തിന്റെ കാര്യങ്ങളുണ്ട്. ഉണർവിന്റെ ഉത്സാഹത്തിനും കാര്യങ്ങൾ ബാബ തന്നെ നൽകുന്നുണ്ട്, അത്ര ഡ്രൈ ആകേണ്ട കാര്യമൊന്നുമില്ല. ഉസി വിധിസെ യൂസ് കരും, ആ വിധിയിലൂടെ അതിനെ ഉപയോഗിക്കും. ബാപ്പ് അവർ ആപ്പ് യഹി സേഫ്റ്റിക്കില്ല. ബാബ പറഞ്ഞു ഞാനും നീയും, അതാണ് സുരക്ഷയുടെ ആവശ്യം. ബ്രാഹ്മണ പരിവാരമുണ്ട്, ലൗകിക പരിവാരത്തിനോടും ബാബ എന്താ പറഞ്ഞ ബാലൻസ് ചെയ്യണം, ആരെയും സ്വല്പം പോലും ഓർമ്മിക്കരുതെന്നൊക്കെ ബാബ പറയുന്നു. ബാബ പറയണു എന്നെ വിട്ട് പുറത്ത് എൻജോയ്മെന്റിനെ ആസ്വദിക്കാൻ പോയേക്കെ ഈ സ്മൃതിക്ക് ലക്തിർസെ ബാഹർ നഹി ബാബ. അതുകൊണ്ട് വൈവിധ്യം വേണം, സന്തോഷം വേണം എന്ന് പറഞ്ഞിട്ട് ബാബ പുറത്തേക്ക് പോയേക്കെ. ബസ് യഹ് ലക്കീർ പരമാത്മ ഛത്ര ഛായ ഹെ, ജബ് തക്ക് ഇസ് ഛത്ര ഛായ കി ലക്കീർ കെ അന്തർ ഹെ തബ് തക്ക് കൊയ് മായാ കി ഹിമ്മത്ത്. ഈ ബാബ പറയാണ് ഈ രേഖ, ഈ ലക്ഷ്മണ രേഖ പരമാത്മാവിന്റെ ഒരു കൊടക്കീഴാണ്. ഏതുവരെ ഈ കൊടക്കീഴിലാണ് ബാബ പറയാണ് അതുവരെ നിങ്ങൾ പേടിക്കില്ല, ഒരു മായ ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കരുത് ഇതിനകത്താണെങ്കിൽ. പക്ഷെ നമ്മൾ വിചാരിക്കണം വേറെ ഒരു കൂടി സേഫ്റ്റി കൊണ്ട് വേണം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ചാടാണെങ്കിൽ ബാബ പറഞ്ഞു എന്റെ സേഫ്റ്റി അങ്ങ്. फिर मेहनत क्या होती, रुकावट क्या होती, विघ्न क्या होता, इन शब्दों से अविद्या हो जाए. അങ്ങനെ ബാബ എന്റെ എപ്പോഴും നമ്മൾ ഇത് ഉപയോഗിച്ചാലും മതി, ബാബ എന്റെ കൂടെയാണ്. ബാബ ഒരു വാക്ക് പറഞ്ഞിട്ട് എല്ലാവരും ഒരു ഭാഗത്ത് നിന്നാൽ നിങ്ങൾ ഇതിനെ പേടിക്കും. നിങ്ങളുടെ ഒരു ഇങ്ങനെയാണ് ലൗകിക രീതിയിലാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ ഒരു രോമത്തിൽ തോന്നും. ആരെന്ത് ഭക്തിമാർഗത്തിൽ പറയാറുണ്ട് ഈ പട്ടി വരച്ചതിനെ പേടിക്കേണ്ട കാര്യം. രാമേശ്വരേശ്വര് പറയാറ് എടാ ആന അങ്ങാടി കൂടെ പോകുമ്പോ പട്ടി പറയും, ആന മൈൻഡ് ചെയ്യൊന്നുമില്ല, ആന അങ്ങ് പോകും ചെവിയായിട്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ ഈ ആനയ്ക്ക് നമ്മൾ ഇത്ര പ്രാർത്ഥന. ബാബ പറയാറുണ്ട് ആര് വരച്ച നിനക്ക് എന്താ പേടിക്കുന്നത്, പക്ഷെ നമുക്ക് പേടി വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ബ്രാഹ്മണ പരിവാരം ശരി, പരിവാരത്തിൽ നിന്ന് എല്ലാവരും പോകും അല്ലെ. നമുക്ക് ബാബയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഞാനും ശരിയല്ല എന്ന് വിചാരിച്ചു വിനാശം വരില്ല എന്ന് വിചാരിച്ചിട്ടോ പോലെ ഈ പരിവാരത്തിൽ മുന്നോട്ട് പോകും. അപ്പൊ ബാബ പറയാണ് നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മളായിട്ട് തെറ്റിദ്ധാരണകളൊക്കെ പലതും ഉണ്ടാവും, നമ്മളായിട്ട് ഒരാൾക്ക് ദോഷം വരുത്തുന്ന കാര്യം ചെയ്യരുത്, ചിന്തിക്കരുത്. എപ്പോഴും ബാബ പറയും അല്ലെ. കഴിഞ്ഞ ദിവസം ബാബ എന്താ പറഞ്ഞത്, കുട്ടികളെ പാപം വർദ്ധിപ്പിക്കരുത്. ഒരാളോട് പറഞ്ഞു, വേറൊരാളോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ഇങ്ങനെ നെഗറ്റീവ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ പിന്നെ പൊങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ എൻജോയ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ് ഈ പണിക്ക് പോയാൽ എളുപ്പമാണ്, 10 പേരെ സുഖമായിട്ട് കിട്ടും. ഈ പരിവാരത്തിലെ കുറെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടക്കാന്ന് വെച്ചാൽ ധാരാളം പേരെ കിട്ടും, ധാരാളം പേർക്ക് അതിനാണ് സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിയായ രീതിയിൽ പോകുന്ന നമുക്ക് പ്രയാസമാണ്. ബാബു നിങ്ങൾ അവിടെ ധൈര്യമായിട്ടിരിക്കും, ഞാനിവിടെ ഇരിക്കും. ബാബു എന്റെ ചത്രജായിക്കകത്തിരിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കാനൊന്നുമില്ല. ബാബു ഒരു മായ്ക്കും വരാനുള്ള കണ്ടിട്ടതിനകത്തില്ല. പിന്നെ പരിശ്രമം, തടസ്സം, വിഘ്നം, ബാബു ആ വാക്ക് പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. जैसे आदि स्थापना के समय जब सतयुग की आत्माएं प्रवेश होती थी तो उन आत्माओं को विकार क्या होता, दुख क्या होता, माया क्या होती, इन शब्दों की अविद्या रहती. ബാബു സ്ഥാപനയുടെ ആദ്യ സമയത്ത് ഈ സത്യയുഗത്തിലെ ദേവതകളുടെ എമർജ് ചെയ്തു. അപ്പൊ സത്യത്തിലെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ മായ എന്താണ്, വികാരങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ദുഃഖം എന്താണ്, ഇതൊന്നും അറിയാൻ പാടില്ല, അവിദ്യയാണ്. ബച്ചോംകോ ഏക അനുഭവം, കുട്ടികൾക്ക് അതിന്റെ അനുഭവം ഉണ്ടല്ലോ. പുരാനെ തോ ഇൻ ബാത്തോം കോ ജാനത്തെ, പഴയവർക്ക് ഈ കാര്യങ്ങളാണ്. ऐसे जो बाप और आप इस स्मृति की लकीर की छत्र छाया में उनको इन बातों की अविद्या हो जाती है, इसलिए सदा सेफ है, सदा बाबा के दिल में रहते. അപ്രകാരം ബാബ പറയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യമാണ് പഠിക്കേണ്ടത്, ഞാനും ബാബയും, ബാബ എന്റെ കൂടെയുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞേ ബാബ എന്റെ കൂടെയുണ്ട്. ഇങ്ങനെ ദയനീയമായിട്ട് പറയല്ലേ, ബാബ എന്റെ കൂടെയുണ്ട്. ആ എന്ത് പ്രശ്നം വരും, പ്രശ്നമില്ലാത്തപ്പോ വല്ലത് കുഴപ്പം, നമുക്ക് ആരും കുഴപ്പമില്ല. ബാബറിനിപ്പോ എന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒരു റെസ്റ്റ് എടുക്കും. ബാബയ്ക്ക് റെസ്റ്റ് വേണം. എനിക്കൊരു പ്രശ്നമുണ്ട്, ബാബ ഇപ്പോഴും എന്താ പറഞ്ഞേ, വിളിച്ചാൽ ഞാൻ വെളിപ്പുറത്തുണ്ട്, എന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് പറയും, അയ്യോ എനിക്കിനി ആരുമില്ല, ശരിയാവൂല, ഇതിനേക്കാൾ ഭേദം വേറെ വലുതാണ്. 80 ലക്ഷം പേരാണ് ഒരു വർഷം ആത്മഹത്യ ചെയ്തത്.
കാര്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു പിടി കിട്ടുന്നില്ല. അപ്പൊ ബാബ പറഞ്ഞു ആ വൈബ്രേഷൻ്റെ എല്ലാം ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മന്ത്രം ഉപയോഗിച്ചാൽ മതി. ബാബ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് നല്ലത്, ആരും എന്നെ ഒന്നും ചെയ്യാൻ പറ്റും, ഞാനൊന്നും ചെയ്യില്ല, പക്ഷെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പൊ അവർ ആ തന്റെ ഇടം വേണം. ആർക്കും നിങ്ങൾ എല്ലാവരും ഒരു ഭാഗത്ത് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ തന്റെ ഇടം വേണം, ശുദ്ധ അഹങ്കാരം വേണം. കാര്യം എന്താ? എന്റെ കഴിവുകൊണ്ടല്ല, ഈശ്വരൻ എന്റെ കൂടെ ഉണ്ട്, ബാബ എന്റെ കൂടെ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പേടിയുണ്ടോ ഭായി? പേടിയുണ്ടോ? ഒരു പേടിയില്ല. മാജി എന്ന് പറയുന്നു, മാജി അല്ലെ ബാക്കിലെ മാജി എന്ന് പറയും, പേടിയില്ല. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇടയ്ക്ക് വന്നിരുന്നാൽ പോലെ ദിവസം ഒരിലേക്ക് വരും. അപ്പൊ അപ്പോഴല്ലേ ബാബന്റെ കൂടെ, ബാബയുടെ കൂടെ ഞാനും ഉണ്ട്. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ ആരെയും പേടിക്കുന്നു അല്ലേ? ഭക്തി പോലും പറയില്ല ആരെ പേടിക്കുന്നു, അല്ലെ കുടിയെന്നോ കൊല്ലുന്നല്ലോ. അപ്പൊ ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ സദാ സേഫ് എന്റെ ഹൃദയത്തിൽ. പക്ഷേ എന്നെ വിട്ട് പുറത്തു പോയിട്ട് എന്റെ സേഫ്റ്റി കിട്ടും. അല്ല ഇത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിട്ട് പറഞ്ഞ എന്ത് കിട്ടാനാ? ആപ്പ് ലോകോംകോ ദിൽ ജാദാ പസന്ത് ആത്തി ഹെ നാ സൗഗാത് ബി ഹാർട്ട് ഹി ബനാക്കർ ലാത്തെ. ഈ വിദേശികളാണ് അപ്പൊ കൂടുതൽ. അവർ നിങ്ങള് സമ്മാനം കൊണ്ടുവന്നാലും ഹൃദയത്തിന്റെ ആകൃതിയിലാണ് കൊണ്ടുവരും. കേക്ക് ബി ഹാർട്ട് ബനാത്തി, കേക്ക് ഉണ്ടാക്കിയാലും അത് ഹൃദയത്തിൽ ആൾക്കാരുടെ സ്നേഹപ്രകടനമാണ്. ഒരു ഹൃദയത്തിന്റെ പടം വരച്ച ഹൃദയമായി. ബോക്സ് ബി ഹാർട്ട് ജൈസ ബനാത്തി, ഇനി എന്തെങ്കിലും വെച്ചുകൊണ്ടിരുന്ന ഒരു ബോക്സ് ആണെങ്കിലും അത് ഹൃദയം. രഹത്തെ ബി ഹാർട്ട് മെഹന, അവരുടെ പടവും കേക്കൊക്കെ ഹാർട്ട് പോലെയാണ്. വസിക്കുന്നത് എന്റെ ഹൃദയത്തിൽ തന്നെയാണല്ലോ. ബാബാക്ക് ഹാർട്ട് തരം മായ പറഞ്ഞു എന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു മായം വരും. ജैसे जंगल में भी रोशनी कर देते तो जंगल का राजा शेर भी नहीं मार सकता, भाग जाता. ബാബ പറയുന്ന കാട്ടിലും ഒരു വെളിച്ചം കണ്ടാല് സിംഹം പോലും, കാട്ടിന്റെ രാജാവ് സിംഹം പോലും ഓടിക്കളയും, വരത്തില്ല. ബാബാക്ക് ഹാർട്ട് കിത്തനി ലൈറ്റ് അവർ മാറ്റി. ബാബയുടെ ഹൃദയം എത്ര വെളിച്ചമുള്ളതാണ്, എത്ര ശക്തിയുള്ളതാണ്. ഉസ്കെ ആകെ മായാക്ക കൊയ് രൂപ ആനഹി സക്ത, അതിന്റെ മുന്നിൽ മായയുടെ ഒരു രൂപവും ഇല്ല. തോ മെഹനത്ത് സേ സേഫ് ഹോ ഗയേ നാ, അപ്പോൾ ഈ പരിശ്രമം കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മൾ സുരക്ഷിതരായില്ലേ. ജന്മബി സഹജ ഹുവ മെഹനത്ത് ലഗിക്കാ ജന്മലേന്, ഈ ബ്രാഹ്മണ ജന്മം സഹജമായൊരു ജന്മമാണ്. ബാബറിന് കഷ്ടപ്പാട് എവിടുന്ന് ഒരു ജ്ഞാനം കിട്ടി അല്ല, ഏതീ കൂടെയൊക്കെ കടന്നു പോയി നമ്മളൊരു നോട്ടീസ് കിട്ടി സെന്ററിൽ പോയി, അല്ലെങ്കിൽ ഒരു നോട്ടീസ് കൊണ്ട് ഒരാൾ വന്നു. ബാബറിന് സഹജമായിട്ടല്ലേ ബ്രാഹ്മണനായത്. ബാബാക്ക പരിചയമില്ല പഹജാന അവർ സെക്കൻഡ് അനുഭവിക്കുക. ബാബയുടെ പരിചയം കിട്ടി, ബാബയെ തിരിച്ചറിഞ്ഞു, സെക്കൻഡിലൊരു അനുഭവം കിട്ടി. ബാബ മേര മേം ബാബ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ബാബ എന്റെ അല്ലെ. ഈ നാഗരിക മര്യാദയ്ക്ക് വിദ്യാരംഭം അല്ലെ, അങ്ങനെ കുറെ കച്ചവടമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച് നല്ലതൊക്കെ സുഖമായിട്ടാണ്. അപ്പോഴാണ് ആ പങ്കജ സിസ്റ്റർ വേറെ ഏത് സിസ്റ്ററും കൂടി ആ ഭാഗത്ത് തന്നെ തുടങ്ങി. വെറുതെ അവിടെ നിന്ന് പോയി അല്ലെ, അവിടെ പോയപ്പോ കാര്യങ്ങൾ പിടികിട്ടി. ഇപ്പൊ ജീവിതം ആപത്തിൽ ചാടി എന്നാണ് നാഗരിക തോന്നുന്നത്, അതോ ഉത്സാഹഭരിതമാണ്? നാട്ടുകാരെന്ത് പറയും? കഷ്ടം അല്ലെ. ബാബുരാജിക്കും ബായിക്ക് മനസ്സിലായി ഇത് കഷ്ടമാണ്. അതുകൊണ്ട് ബാബുരാജി ഇടയ്ക്ക് വഴി വിട്ടുപോയി. മായ വന്നിട്ട് തടുക്കാൻ പറ്റിയില്ല. മായ എല്ലാവർക്കും വരും, തടുക്കാൻ പറ്റിയില്ല. അപ്പൊ ചില വിചാരിക്കില്ലേ കഷ്ടം, ചില ബാബർ ഇതിനകത്തിരിക്കുന്ന വിചാരിക്കും കഷ്ടം, അന്ന് അവര് വന്നില്ലായിരുന്നെങ്കിൽ ബ്രഹ്മകുമാറും ആവില്ലായിരുന്നു, ബ്രഹ്മകുമാരി ആവില്ലായിരുന്നു, മര്യാദയ്ക്ക് ജീവിക്കാൻ. ചിലർ വിചാരിക്കും ഭാഗ്യം, എനിക്ക് അന്ന് അവര് വന്നില്ലായിരുന്നെങ്കിൽ, അവരവിടെ തന്നെ വന്നത് ഭാഗ്യം. ഞാൻ ഈ ബ്രഹ്മകുമാരിസിന് വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ആഴ്ചയിൽ ഒരിക്കലും തുറക്കുന്ന ഒരു പള്ളി ഉണ്ടായി. അപ്പൊ ആ പള്ളിയില് നല്ല മദ്യടിച്ച് കിറങ്ങി കിടക്കാൻ കണ്ണി കണ്ടൊക്കെ വിളിച്ചു പറയും പ്രയാസക്കാർ. അന്ന് ആ പള്ളി തുറക്കാത്ത പള്ളി, പക്ഷെ അന്ന് തുറന്നു കിടക്കും. അപ്പൊ ഞാൻ എന്റെ ഒരു പൈൻ്റായിട്ട് അവിടെ കയറി, ആരുമില്ല, അച്ഛനൊന്നും ഉണ്ട് അവിടെ. അവിടെ ഇരുന്ന് ഇങ്ങനെ ആ കർത്താവിനെ നേരെ നോക്കി ഇങ്ങനെ അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരൊരു നോട്ടീസ് കൊണ്ടു തന്നു. അപ്പൊ ഇവർക്ക് ദൈവമാണ് ഇവരെന്നെ അയച്ചത് അല്ലെ, എന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എവിടുന്നാ വന്നത് അവര്? ബോംബെ. അത് ബ്രഹ്മകുമാരി സതിയില്ല. അപ്പൊ ആരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എവിടെയോ ഒരു നോട്ടീസ് കിട്ടി. ഈ എറണാകുളത്ത് ഒരു ബായിയാണ്. അപ്പൊ ആ ബായി പറയാണ് കടം കയറി കള്ളു കുടിച്ചും കടം കയറിയും കുറച്ച് പൈസ കിട്ടാനുണ്ട് ഒരു സ്ഥലത്ത്, വളരെ ദൂരെ നിന്നാണ്. അത് കിട്ടിയില്ലേ ചത്തേക്കാം. അത് പറഞ്ഞ അത് മേടിക്കാൻ പോയില്ല. അത് മേടിക്കാൻ പോയപ്പോ അവനെ കാണാൻ അവൻ മുങ്ങി. ഒരു രക്ഷയില്ല. എവിടെയോ പുള്ളി പറഞ്ഞ് ഞാൻ എവിടെയോ താമസിച്ചു 2 ദിവസം. അന്നൊരു നോട്ടീസ് പറഞ്ഞിട്ട് പറന്ന് വന്നത്. ആ നോട്ടീസുമായിട്ട് ഞാൻ അന്ന് പാലക്കാട്, അന്ന് മീനാ സിസ്റ്റർ എന്നല്ല വേറൊരു മാജിയാണ് അവിടെ. അന്ന് എനിക്ക് ബാബയ്ക്ക്, അന്ന് ഞാൻ അവനെ അല്ലെങ്കിൽ ചാവാൻ തന്നെ തീരുമാനിച്ച പോയത്. കാരണം അത്രയും അധപ്പതിച്ചു. അപ്പൊ ബാബ പറയാണ് ഞാൻ പിടിച്ചെടുക്കി.
ബാബ വിദേശികളോടും പറയാണ്, നിങ്ങൾ എന്നെ തേടി വന്നതൊന്നുമല്ല, ഞാൻ നിങ്ങളെ തേടി ആളെ വിടാണ് ചെയ്യുന്നത്. അവിടെ ബാബ പറഞ്ഞു ജന്മം വളരെ സഹജമായിട്ടായിരുന്നു. ബാബ പറഞ്ഞു ഞാൻ ആരെയോ നിമിത്തമാക്കി നിങ്ങളുടെ അടുത്തേക്ക് അയച്ചതാണ്. ഡൂണ്ടനാബ ബടക്കനാത്ത നഹിയും പട. ബാബ നിങ്ങൾ അലഞ്ഞിട്ടും അല്ലെങ്കിൽ ഞാൻ വന്നു അല്ലെങ്കിൽ എന്നെ തേടി അലഞ്ഞിട്ടില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ അലഞ്ഞു കാണും, പക്ഷെ എന്നെ തേടി അലഞ്ഞിട്ടില്ല. ഘർ ബൈഡെ ബാബ മിലാന്. ബാബ വീട്ടിലിരിക്കും അച്ഛനെ കിട്ടി. ഏതോ അഭി പ്യാർ സെ ഭാരതമേ ആത്യഹവുമില്ലേ. മധുബനിൽ വന്നത് ബാബർ കുറെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഭാരതത്തിലേക്ക് വന്നത്. ലേക്കിൻ പരിചയത്തോ വഹം ഹി മില, ജന്മത്തോ വഹം മിലാന. പക്ഷെ ബാബയുടെ പരിചയവും ബ്രാഹ്മണ ജന്മവും അവിടെ തന്നെയല്ലേ കിട്ടിയത്. ജന്മ അതിസഹജ ഹുവാത്തോ പാലനാഭി അതിസഹജം. പറഞ്ഞു ജന്മം വളരെ സഹജമാണ്, ബാബയുടെ പാലനയും ബ്രാഹ്മണ ജീവിതവും അവർ സഹജമാണ്. സിർഫ് അനുഭവക്കാരോ, അതൊന്ന് അനുഭവിച്ചാൽ മതി. അവർ ജായെങ്കി ബി സഹജഹി. ബാബ പറഞ്ഞു സഹജമായിട്ട് തന്നെ പോകാനും പറ്റും. ബാബാക്ക് സാത്ത് സാത്ത് ജാനാഹിയന യാ ബീജമേ ധർമ്മരാജപുരിമേ രുക്കാനാഹി. ബാബ പറയണു എന്റെ കൂടെ തന്നെ വരണോ അതോ ഇടയ്ക്ക് ധർമ്മരാജപുരിയിലേക്ക് ഒന്ന് കയറണം. സബി സാത്ത് ചലനെ വാലെ ഹോന, എല്ലാവരും എന്റെ കൂടെ വരുന്നവരാണല്ലോ. സബി കാ യഹ് ദൃഢസങ്കല്പ ഹേ കി സാത്ത് ഹേ അവർ സാത്ത്. അത് ബാബ എപ്പോഴും മുരളിയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. എന്നെ വിട്ട് പൊയ്ക്കോ, പക്ഷെ വിളിക്കുമ്പോ അവിടെ വരണ്ടേ. അപ്പൊ ബാബ പറഞ്ഞു എന്റെ കൂടെ പോകണോ അതോ ധർമ്മരാജപുരി കടക്കണം. ഇനി എന്നെ വിട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചാലും. ബാബ പറഞ്ഞു എവിടം വരെ പോകുമെന്ന് എനിക്കൊന്നറിയാം. അതൊരു ചെറിയ ഭീഷണിയാണ്. അവർ ആകെ ബി ബ്രഹ്മ ബാബയ്ക്ക് സാത്ത് രാജ്യമേം പാട്ടുമേം ആയെങ്കിൽ പക്കാ സങ്കല്പന. അതേപോലെ തന്നെ ബ്രഹ്മബാബയുടെ ആത്മാവിന്റെ കൂടെ കൃഷ്ണനായിട്ട് ആദ്യം തന്നെ പാർട്ടിലേക്ക് വരണം. നല്ല ഉറച്ച സങ്കല്പമാണല്ലോ. ചലത്തെ ചലത്തെ ഭക്ത ജായെങ്കിൽ തോ രുക്ക് ജായെങ്കിൽ പ്രഖ്യാക്കൻ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പണ്ടൊരു മാൻ തന്റെ ശക്തിയെ കുറിച്ച് ഇങ്ങനെ മോനോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ശക്തിയാണ് എനിക്ക്, അതാണ് ഇതാണ്. അപ്പോഴാണ് ചെന്നായ വരയ്ക്കുന്ന ഒച്ചകൾ. ഇത് മാനങ്ങ് ഓടിക്കണം. കുറെ കഴിഞ്ഞ് ചെന്നായി പോയി തിരിച്ച് പിന്നെ കൊച്ചിന്റെ അടുത്ത് വന്നു. അപ്പൊ ആ കൊച്ചുമാൻ ചോദിച്ചു ഇപ്പോഴല്ലേ ശക്തിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ചെന്നായുടെ കുര കണ്ടപ്പോ ഓടിക്കളഞ്ഞു. അയ്യോ എന്റെ കുഞ്ഞ് അങ്ങനെയാ, ചെന്നായുടെ കുര കേട്ടപ്പോ. അപ്പൊ ബാബ പറയാണ് സംഗതി ശരി തന്നെയാണ്, ഞാൻ ധർമ്മരാജപുരി കടക്കില്ല, ഞാൻ ബ്രഹ്മബാബയുടെ കൂടെ സത്യത്തിലേക്ക് വരും. ബാബ എന്റെ കൂടെ ഉണ്ട്, ഞാൻ ബാബയുടെ ഹൃദയത്തിലാണ്. പക്ഷെ ബാബ പറയാണ് പോയി തളർന്നു പോകും, നിന്നു പോകും. അപ്പൊ എന്ത് ചെയ്യും? ക്യോങ്കി ബാബ് തോ ഉസ് സമയം രുക്കെങ്കി നഹി അഭി രുക്ക് രഹേ. ബാബ പറഞ്ഞു ഞാനല്ല തടുത്തത്, തടന്ന് നിന്ന് പോകുന്നത്. അഭി സമയ ദിയാ ഹേ ഉസ് സമയ നഹി രുക്കെങ്കി ഉസ് സമയ തോ സെക്കൻഡ് മേ മുടേങ്കി. अभी नए नए बच्चों के लिए लेट हुआ है लेकिन टू लेट का बोर्ड नहीं लगा. ബാബ പറയാണ് സമയം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോ ലേറ്റ് ആണ്, 90-ലെ പറയുന്നത്, ടു ലേറ്റ് അല്ല. अभी तो नई दुनिया आने के लिए नए नए बच्चों के लिए रुकी हुई है. यह भी लास्ट सो फास्ट और फर्स्ट नंबर तक पहुंचना. ബാബ കുറെ കുട്ടികളും കൂടി ഇതിലേക്ക് വരാനുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അവര് വന്നു. ബാബ പറയുന്നു ഇനി ഫാസ്റ്റ് ആയിട്ട് പോയി, നിൽക്കാനും നിൽക്കണ്ട. ബാബ നിന്നാ നിന്ന് പോയി. നമ്മളൊന്ന് നിൽക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ധാരാളം പേര് പോകും. നമ്മൾ തീവണ്ടിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞ് തീവണ്ടി പോകാതെ, തീവണ്ടിയിൽ വേറെ ആൾക്കാരും കയറും, അവരും കൊണ്ട് തീവണ്ടി അങ്ങ് ബോംബെയിലെത്തും. നമ്മൾ ഇവിടെ തന്നെ കിടക്കും ഇറങ്ങി. ബാബ തീവണ്ടി കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം, അത് കയറി ഇരിക്കണമായിരുന്നു. അപ്പൊ ബാബ പറയണം ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് ഫസ്റ്റിലേക്ക് പൊക്കോട്ടെ. സബി സാത്ത് ജാനെ ലിയെ തയ്യാർ ഹോന. ബാബ ഒച്ചത്തിൽ ചോദിക്കാണ് എല്ലാവരും എന്റെ കൂടെ വരാൻ റെഡിയാണല്ലോ. ഇത് ഉറങ്ങാണല്ലോ എല്ലാവരും. ഈ കൂടെ വരുന്നവരൊക്കെ ഉറങ്ങുക, ഇവിടെ വന്നിരിക്കണം, കുറച്ചുകൂടെ ഉറങ്ങണം അല്ലെ. ആഴ്ചയിൽ 1-2 ദിവസം ഇവിടെ വന്നിരുന്ന് ഉറങ്ങണം. അങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ മുരളി ഈ മായ യുദ്ധം ചെയ്യാത്തവർക്ക് ആയുധം അല്ലെ. മായ യുദ്ധം ചെയ്യാത്തവർക്ക് ഈ ആയുധം കൊണ്ട് എന്താ? അവരാകെ നോക്കിയിട്ട് ആ കൊള്ളാം നല്ല വാളാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെയ്തു അല്ലെ. അല്ലെങ്കിൽ തൊട്ട് ഈ മുമ്പാകെ പറയല്ലേ ഇതെന്താ, ഇത് ഈ ഇതിൽ വെക്കാനുള്ളതാണ്, ഷോക്കേസിൽ വെക്കാനുള്ള സാധനം ഈ ആയുധങ്ങൾ. ജ്ഞാനത്തിന്റെ ആയുധങ്ങൾ. മായായുദ്ധം ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ആയുധങ്ങളുടെ രുചിയില്ലാത്തത്. കുറെ മായ വന്ന് പല അടിയും തന്നാലും ശരിയാവും. ബാബ പറയാണ് ജോ ഇസ് കൽപ്പമേ പഹലി ബാർ ആയേ ബാബ്ദാദ മുബാരക് തന്നെ. ആദ്യമായിട്ട് ഈ കൽപ്പത്തിൽ വന്നവർക്ക് ബാബ ആശംസകൾ നൽകി. ചോട്ടെ ചോട്ടെ ബച്ചോം പർ ബഡോം കാ പ്യാർ ഹോത്താ ഹൈ. കൊച്ചു കൊച്ചു കുട്ടികളോട് വലിയവർക്ക് സ്നേഹമാണ്. तो बाप का और बड़े भाई बहनों का आप लोगों से विशेष प्यार. അതുകൊണ്ട് ബാബ പറയണു ബാബയ്ക്കും മുതിർന്നവർക്കും ദാദിമാർക്കൊക്കെ നിങ്ങൾ കുട്ടികളോട് ഇളയായവരോട് വളരെ സ്നേഹം.
ലാഡിലെ ഹോയി ഗയേ, വേറെ ഓമനകളല്ലേ. നയേ ബച്ചെ ലാഡിലേ ഹെ, പുതിയ കുട്ടികൾ ഓമനകളാണ്. चाहे नए हो व पुराने हो, सभी के लिए फास्ट गति ഫസ്റ്റ് അനേക്കി. വേറെ പുതിയവരാകട്ടെ പഴയവരാകട്ടെ ഫാസ്റ്റ് ഗതിയിൽ പോയാലേ ഫസ്റ്റിൽ വരും. ഛത്രഛായമേ രഹന, അതിനുള്ള വഴി എന്താണ്? ഛത്രഛായയിൽ കഴിയണം, സദാ ഹൃദയത്തിൽ കഴിയണം. ഇതാണ് ഏറ്റവും തീവ്രത. ബാബ പറയാണ് 10,000 പ്രശ്നങ്ങൾ എന്താണ് എന്തുകൊണ്ട് അന്വേഷിക്കണം. ഇപ്പൊ നമ്മളെ കുറിച്ച്, ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് നമ്മൾ പറയാണ്, ഇന്നാളെ എന്റെ ഒരാൾ പറയാണ് നിങ്ങൾക്ക് ഒരു പാര വരുന്നുണ്ട്, അവിടെ എല്ലാവരും കൂടി ചർച്ച നടക്കുന്നുണ്ട്, നിങ്ങൾക്കെതിരെ പാര വരും. അപ്പോ നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ അവരോട് പറഞ്ഞു എനിക്കറിയില്ലല്ലോ അതൊക്കെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു പാവം മനുഷ്യൻ, അവിടെ എന്ത് ചിന്ത നടക്കണമെന്ന് ഞാനെങ്ങനെ അറിയും? പക്ഷേ ഇയാൾക്കറിയാം കാര്യം, അദ്ദേഹത്തിനെ നോക്കി, ദൈവത്തിനെല്ലാം അറിയാൻ പറ്റും. ഇപ്പൊ നാഗരവയ്ക്കെതിരെ ആരെങ്കിലുമൊക്കെ കടക്കാരെ കൂടി വിചാരിക്കുകയാണ് കൊട്ടേഷൻ കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്, നാഗരവയ്ക്ക് അറിയില്ല ആരൊക്കെ കൊട്ടേഷൻ കൊടുക്കും. ഇനി വീട്ടിലുള്ളവർ തന്നെ നമുക്ക് പാര പണിയോ അല്ലെ പെങ്ങളാണോ ബാബുരാജാണോ ഇതൊന്നും ഒരു നിശ്ചയമില്ലാത്ത കാലമാണ്. അപ്പൊ ബാബ പറയണു നീ ഒന്നും ചിന്തിക്കണ്ടെന്ന്, ഞാനിവിടെ ഇരിപ്പില്ല ചിന്തിക്കാൻ, ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബാബ എന്റെ കുടക്കയിലിരിക്കുക, എന്റെ ഹൃദയത്തിലിരിക്കുക. നമുക്ക് കഴിവൊന്നുമില്ല. ബാബ പറഞ്ഞു ബാബയുണ്ട്, ബാബറില്ലേ, ഞാനിവിടെ ഇരിപ്പുണ്ട്. നമ്മൾ എല്ലായിടത്തും അതിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. ബാബ അച്ഛനിവിടെ ഇരിപ്പുണ്ട്, നമ്മൾ കാര്യമുണ്ട്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇവിടെ ഇരിക്കും. നമ്മൾ കുന്തവും കുറച്ചവരോട് കുത്താനും പോകായിരുന്നു. ബാബ ഞാൻ നോക്കിക്കോളാം, ആരെന്ത് ചെയ്യാനും ഒന്നും ചെയ്യാം അല്ലെ. ഭീഷ്മരും ദ്രോണരും അപ്പുറത്താണ്, കൃഷ്ണൻ അർജുനോട് എന്ത് പറഞ്ഞു? ഞാനിപ്പുറത്ത്. ഈ പറഞ്ഞാണല്ലോ അവിടെ പറഞ്ഞിരിക്കുക, ഞാനിപ്പുറത്ത് ഇല്ലട്ടാ, ഭീഷ്മരും ദ്രോണരും അപ്പുറത്താണ്, നിനക്കെന്താ കുഴപ്പം? അപ്പനെ അപ്പക്കോ കബി ബോർ നഹി, അവരവരുടെ ജീവിതം ബോറാക്കാതെ. ഈ ബ്രാഹ്മണ പരിവാരത്തിൽ വന്ന ചിലപ്പോൾ ഡ്രൈ ആയി. സദാ അപ്പനെ ആപ്കേലിയ വെറൈറ്റി രൂപസെ ഉമംഗ് ഉത്സാഹി പറഞ്ഞിട്ട് ബാബ പറയുന്ന കുറച്ച് വൈവിധ്യങ്ങൾ കൊണ്ടുപോകാൻ ജീവിതത്തിൽ. डबल विदेशी कभी कभी कोई एक भी सोचते हैं कि हमारा कल्चर और इंडिया का कल्चर बहुत फर्क. ചിലപ്പോൾ വിദേശികൾക്ക് ഒരു ചിന്ത വരാണ്, ഇത് ഇന്ത്യക്കാരുടെ കൾച്ചറാണ്, നമ്മുടെ കൾച്ചർ ഇതല്ല, അതുകൊണ്ട് ഇത് ഇന്ത്യക്കാരെ നമ്മൾ അടിച്ചാൽ. ചിലപ്പോൾ നമ്മൾ പറയല്ലേ ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ കളിയാണ്, ചിലപ്പോൾ നമ്മൾ പറയല്ലേ ഇത് തമിഴ്നാട്ടുകാരെ, നമ്മൾ കേരളക്കാർ തമിഴ്നാട്ടുകാർക്ക് അങ്ങനെ വിട്ടുകൊടുക്കും അല്ല, ഇതൊക്കെ അവരുടെ കളികളാണ്. ബാബ പറയണ ഇന്ത്യൻ കൾച്ചർ കബി പസന്താത്ത കബി നഹി, അവർക്ക് ചിലപ്പോൾ ഇന്ത്യൻ കൾച്ചർ ഇഷ്ടം, ചിലപ്പോൾ ഇഷ്ടമാണ്. ലേക്കിൻ ഏകത്തോ ന ഇന്ത്യൻ കൾച്ചർ ന വിദേശിക കൾച്ചർ. ബാബ പറയണു ഇത് ഇന്ത്യൻ കൾച്ചറും അല്ല വിദേശത്തിന്റെ കൾച്ചറും, ഏക ബ്രാഹ്മൺ കൾച്ചർ. ഇന്ത്യക്കാർക്കും പുതുമയായിട്ടല്ല ഇത്, ഇന്ത്യക്കാർക്ക് ഇങ്ങനത്തെ ഒരു കൾച്ചർ അല്ല, ഇത് ബ്രാഹ്മണ കൾച്ചർ. അതായത് ഇങ്ങനെയുള്ള ഈ ഭേദചിന്ത ലോകത്തിന്റെയും ജ്ഞാനത്തിന്റെ ഈ ജ്ഞാനമാർഗത്തിൽ എപ്പോഴും എന്താ കഷ്ടപ്പെടുന്നത്, ടുക്കട അതിരുകൾ വരയ്ക്കും മനുഷ്യൻ. ഇത് അമ്പലപ്പുഴ, ഇത് ഞങ്ങളാണ്, ഇത് ആലപ്പുഴ ഞങ്ങളാണ്. അപ്പൊ പറയും നമ്മളില്ലല്ലോ, ഓ നമ്മൾ വേണ്ട. വീട്ടിലെ 2 നിലയാണ്, ഭാര്യ മോള്, ഭർത്താവ് താഴെ, അപ്പൊ നിങ്ങളുടെ വീട്ടുകാര്, അപ്പൊ ഞാനും നീ ഒന്നുമല്ല. ഓ ഇനി നിന്റെ തന്ത അന്ന് പറഞ്ഞ സ്ത്രീധനം എപ്പോഴും തന്നിട്ടില്ല, അപ്പൊ ഞാൻ നിങ്ങളുടെ അല്ല, നമ്മളില്ല, അതോ കുഴപ്പമുണ്ടാകും. ഈ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ബാബ പറയണു ഇവിടെ നിങ്ങളും ഇല്ല നമ്മളും ഇല്ല, ഇവിടെ ഇന്ത്യൻ കൾച്ചറും അല്ല വിദേശമൊന്നും അല്ല, ഇത് ബ്രാഹ്മണ കൾച്ചറാണ്. ഇത് ആദിമാർക്ക് പോലും പ്രകാശ് മണി വലിയ പ്രകാശ് മണി പറയാം എനിക്ക് പൊളിറ്റിക്സ് ഒന്നും ഇല്ല, കാരണം ദാദിക്കും പൊളിറ്റിക്സ് എന്ന് പറയും, ദാദിക്കും ഗ്രൂപ്പുകളാണ്. ദാദി പറയാം എനിക്ക് പൊളിറ്റിക്സ് ഇല്ല, എനിക്കൊരു ഗ്രൂപ്പ് ഇല്ല, ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കപ്പുറത്തില്ല ഒരു സമയം. ബാബ പറയാണ് കുട്ടികൾ ഇത് ബ്രാഹ്മണ കൾച്ചറാണ്. ബ്രഹ്മകുമാർ കുമാരി യഹ് നാം തോ സഭി കോ പസന്ത് ഹൈ നാ. വേറെ എല്ലാവർക്കും പേര് ബ്രഹ്മകുമാർ കുമാരി എന്നാണല്ലോ, ആ പേര് ഇഷ്ടമാണല്ലോ. ബ്രഹ്മ ബാബ സേ ഭി ബഹുത് പ്യാർ ഹൈ और बीके जीवन भी അതി പ്യാരി ഹി. ബ്രഹ്മ ബാബയോടും വളരെ ഇഷ്ടമാണ്, ബി കെ ജീവനോടും അതീവ ഇഷ്ടമാണ്. കബി കബി സഫേദ് പക്കടം കെ ബജായി രംഗിൻ കപ്പടെ യാദ് ആത്തി ക്യോങ്കി സഫേദ് കപ്പടെ ജൽദി മൈലെ ഹോ ജാത്തെ. ബാബ പറയാണ് ചിലപ്പോ നമുക്ക് ഈ വെള്ള വസ്ത്രം ധരിച്ച് പോകണം, എന്നിട്ട് പറയാണ് ഈ വെള്ളവസ്ത്രം പെട്ടെന്ന് അഴുക്കാം. दफ्तर में जाते हो व कहीं भी ऐसे स्थानों पर जाते हो तो जो ड्रेस आप पहनते हो उसके लिए बाप दादा मना नहीं करते, लेकिन उसी वृत्ति से नहीं पहनो कि हमारा फॉरेन कल्चर है, यही मेरी पर्सनालिटी है, इस रीति से नहीं. ബാബ പറഞ്ഞു നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴോ കച്ചവടത്തിന് പോകുമ്പോ എന്തെങ്കിലും പണിക്ക് പോകുമ്പോഴോ കളർ ഡ്രസ് ഇടാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ കളർ ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടം, കളർ ഡ്രസ്സാണ് എന്റെ പേഴ്സണാലിറ്റി. അങ്ങനെ വേണം.
അവരെ ഞാൻ തടുത്തിട്ടൊന്നുമില്ലല്ലോ. വെള്ളവേഷമാണ് ബാബയ്ക്ക് ഇഷ്ടം. ഈ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് വെള്ളവേഷത്തോട് നടക്കുന്നത്? മുഹമ്മദിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെള്ളവേഷം. അതുകൊണ്ട് മുസ്ലിങ്ങൾ പള്ളിയിൽ നമ്മൾ കണ്ടിട്ടില്ല, എല്ലാവരും മിക്കവാറും എല്ലാവരും വെള്ളവേഷത്തില്ല. ബാബ പറഞ്ഞു, നിങ്ങൾ കളറിടാനും ഞാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഇത് ഇന്ത്യൻ കൾച്ചറാണ്, ഈ വെള്ളവേഷമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പറഞ്ഞു അങ്ങനെ വേണ്ട. സേവാഭാവ സേ പല പകരും പേഴ്സണാലിറ്റിക്ക് ലക്ഷ്യം. സേവാഭാവത്തിന് വേണ്ടി ബാബ പറഞ്ഞു ഓഫീസിൽ വെള്ളവേഷം ഇട്ടുകൊണ്ട് പോകുന്നത് ശരിയല്ല. ശരി, നിങ്ങൾ കളർ ഇട്ടില്ല, പക്ഷെ ഈ പേഴ്സണാലിറ്റിയുടെ ലക്ഷ്യം വെച്ചിട്ട് ബ്രാഹ്മൺ ജീവൻ കാ ലക്ഷ്യമോ, ബ്രാഹ്മണ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് വേണ്ടത്. അതായത് നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ടിപ് ടോപ്പ് ആയിട്ട് പറഞ്ഞു അങ്ങനെ വേണ്ട. സേവ അർത്ഥ ആവശ്യകത അർത്ഥ പകരത്തെ കൊത്തുകൈ മനനായി. ബാബറിനൊരു ആവശ്യം നമ്മൾ അടുക്കള സേവ ചെയ്യും. ബാബറിന് അടുക്കള സേവ ചെയ്യണമെങ്കിൽ കളർ ഡ്രസ് അല്ലേ, ഇതിന് വെള്ളവേഷം തന്നെ. ചിലർക്ക് എന്താണ്, നാള് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബായില്ലേ, ഈ കള്ളു കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് അവസാനം ബാബയെ കെട്ടി, അവസാനം പുള്ളി അടിമുടി മാറിയിട്ട് പുള്ളി പറയാണ് എന്റെ ചെരുപ്പ് വരെ വേണ്ട. അപ്പൊ അവര് പറഞ്ഞു മനസ്സെങ്ങനെയാ, അത് വെള്ളയായ അല്ലേ, പുള്ളി ഇതിരി ആള് പ്രത്യേക ടൈപ്പാണ്. അപ്പൊ ബാബ പറഞ്ഞു അങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താ, ചെരുപ്പ് വെള്ളയായിരിക്കണം, അത് വെള്ളയായിരിക്കണം. അല്ല ഞാനെ കിട്ടിയ സമയത്ത് BK അരവിന്ദാക്ഷ്, പക്ഷെ പിന്നീട് വലിയ പ്രശ്നമാണ്. നമ്മുടെ റെക്കോർഡിൽ NV അരവിന്ദാക്ഷനാണ്. നമ്മൾ ഈ ആവേശത്തിൽ BK അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ അവസാനം പറഞ്ഞ 2 ഇനിഷ്യലാണ്, പേപ്പർ മുന്നോട്ട് പോകില്ല. പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ, ലൗകികത്തിൽ അഡ്രസ് കൊടുത്താൽ ലൗകിക അച്ഛന്റെ പേര് പറഞ്ഞിട്ട് പവർ നിങ്ങളുടെ അഡ്രസ് മധുവനാണ്. നമുക്കിപ്പോ മധുവൻ അഡ്രസ് കൊടുത്താൽ ആധാർ കാർഡ് ശരിയാവും, പ്രശ്നം ഉണ്ടാവില്ലേ? അതുപോലെ ബാബ പറഞ്ഞു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഇട്ടോ, ഞാൻ തടുത്തിട്ടില്ലല്ലോ. പക്ഷേ ബാബ പറഞ്ഞു ഈ പേഴ്സണാലിറ്റിയുടെ അല്ലെങ്കിൽ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനെ വേണ്ട. വഹബി നിമിത്ത് ബനി ഹുയി ആത്മാവംസെ വെരിഫൈ കരാവോ. അതുപോലും ബാബ പറയാണ് നിമിത്തമായിരിക്കുന്ന ആ സിസ്റ്ററോടൊന്ന് ചോദിക്കണം, സിസ്റ്റർ ഞാൻ ഓഫീസിലെ കളർ ഡ്രസ് ഇട്ട് പോയിക്കോട്ടെ, അവരൊന്ന് ചോദിക്കണം. ഐസനഹിം ബാബ്ദാദനെ ചുട്ടി ദേദി ഒരു ആപ്പ് മനോക്യവും കർത്ത്. ബാബ മുരളിയിൽ അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ തടുക്കുന്നത്? അവർ ആ ധിക്കാരത്തിന്റെ ഭാഷ. കബി കബി ബഹു തംസിക്ക് ബാധ്യത. പലപ്പോഴും ബാബ പറയുന്നത് എനിക്ക് കുട്ടികളുടെ കാര്യം കാണുമ്പോൾ ചിരി വരാറുണ്ട്. जो मतलब के अक्षर होते वह याद रखते, लेकिन उसके पीछे जो कायदे की बात होते वह बोलते. പറഞ്ഞു അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ബാബ പറഞ്ഞെടുത്തിട്ട്, എന്നാൽ അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്, ഒരു നിയമമുണ്ട്, അതങ്ങ് മറക്കും. എന്നിട്ട് ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലായിടത്തും പോയി സേവ ചെയ്യണം, ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പോയി. പക്ഷെ ബാബ പറഞ്ഞിട്ടുണ്ട് ആ നിമിത്തമായിട്ട് പറഞ്ഞിട്ടോ, അത് നിമിത്തമായിട്ട് പറയേണ്ട കാര്യം എന്താ, എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ബാബ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും പോയി സേവ ചെയ്യും, എല്ലാം ബാബയുടെ സെന്റർ, പിന്നെന്താ കുഴപ്പം? അപ്പൊ ബാബ പറയാണ് നിങ്ങൾ ആ നിമിത്തമായിട്ട് പറയണം നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് ബാബ പറഞ്ഞു ഹോഷിയാരിത്തോ ബാബ്ദാദൊക്കെ അച്ചിലകത്തി, ലേക്കിൻ ഹോഷിയാരി ലിമിറ്റുമേ ഹോ. ഇത്തിരി ഇതിലാണ് ബാബ പറഞ്ഞു എനിക്ക് സാമർഥ്യം എനിക്ക് ഇഷ്ടമാണ്. ബാബ എപ്പോഴും പറയില്ലേ സമർത്ഥരാകും. ബാബ പറഞ്ഞു സാമർഥ്യം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ സാമർഥ്യത്തിന് ഒരു പരിധി വിട്ടുള്ള സാമർഥ്യം കാണിക്കില്ല. ഖാവോ പിയോ പഹനോ ഖേലോ ലേക്കിൻ ലിമിറ്റ് മേ. ബാബ പറഞ്ഞു നിങ്ങൾ കഴിക്കേ കുടിക്കേ ധരിക്കേ കളിക്കേ, പക്ഷെ ഒരു ലിമിറ്റ് വെക്കും. तो कौन सा कल्चर पसंद है? അപ്പൊ ബാബയ്ക്കാണ് ഏത് കൾച്ചറാണ് ഇഷ്ടം? जो ब्रह्मा बाब का कल्चर वह ब्रह्मा कुमार कुमारियों का कल्चर पसंद है ना. ബ്രഹ്മാ ബാബയ്ക്ക് എന്താണോ ഇഷ്ടം, ബാബ അതാണ് ബ്രഹ്മകുമാർ കുമാരിമാരുടെയും കൾച്ചർ, അതാണ് ഇഷ്ടപ്പെടുന്നത്. इनों एक बात अच्छी है जो साफ बोले देते, सभी एक जैसे नहीं, कोई ऐसे है जो अपनी कमजोरी वर्णन करते लेकिन विम्सिकल बन जाते. ബാബ പറയാണ് ഇവർക്ക് ഈ വിദേശികൾക്ക് ഒരു നല്ല സ്വഭാവം, അതായത് ഉള്ള കുറവുകൾ അവർ തുറന്നു പറയും. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയും. അവർ എല്ലാവർക്കും അല്ല, മിക്കവാറും എല്ലാവർക്കും അങ്ങനെ ദുർബലതകൾ വർണ്ണിക്കും. പക്ഷെ ബാബ പറയാണ് ബാർ ബാർ വഹി സ്മൃതിനെ ലാത്തെ രഹത്തിന്റെ. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുറവുകൾ തുറന്നു പറയണം. ബാബ പറഞ്ഞു മിയാമിട്ടും ആകണ്ടേ, എല്ലാം തികഞ്ഞവനാന്ന് ധരിച്ചിരിക്കണ്ടേ. പക്ഷെ ബാബ പറഞ്ഞു ഇതിനർത്ഥം എപ്പോഴും നമ്മുടെ കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലേ. ബാബ അത് തന്നെ ഇങ്ങനെ തന്നെത്താൻ വിമർശിക്കുക, ഞാൻ മോശക്കാരനാ. ഐസെ നാജുക്ക് നഹിബൻ. ബാബ പറഞ്ഞു അങ്ങനെ ഈ തൊട്ടാവാടി ഒന്നും ആവല്ലേ. വിശേഷതാവോ ഭൂൽ ജായെങ്കിൽ കംജോരിക്കോ ഹി സോചത്തെ രഹെങ്കിൽ. നമ്മളിലുള്ള വിശേഷതകൾ കാണാതെ നമ്മളിലുള്ള തിന്മകൾ അറിയണം. അത് പറയേണ്ടവരോട് പറഞ്ഞാൽ മതി, എല്ലാവരോടും പോയി എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഞാൻ മോശക്കാരനാ, ബാബ പറഞ്ഞു നന്മകൾ കാണും, തിന്മകളെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ.
कमजोरी सुनावो जरूर, लेकिन जब बाप को दे दी तो फिर किसके पास रही? നമ്മുടെ ദുർബലതകൾ ബാബ പറഞ്ഞു പറയും, അത് ബാബയ്ക്ക് കൊടുത്താൽ പിന്നെ ബാബയുടെ തന്നെ. കാരണം ചില ദുർബലതകൾ ആവർത്തിച്ചാൽ ദുർബലരായിക്കോളും. അത് വലിയൊരു മനഃശാസ്ത്രമാണ്. തീർക്കും. അതുകൊണ്ട് ബാബ അമിതമായി പശ്ചാത്തപിക്കും. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്ത് തെറ്റുപോയാൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാനല്ല, അത് ഉറച്ചു പോകും. കംജോർക്കും ബാബ പറയുന്നത് ഇത് അടിക്കടി ജീവിതത്തിൽ കൊണ്ടുവരട്ടെ, ബാർ ബാർ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ചിന്തിക്കല്ലേ. कमजोरी सुनावो जरूर, लेकिन जब बाबू को दीजिए फिर किसके पास रहेगी? फिर क्यों यह सोचते हो मैं ऐसा हूँ, बाबू को दे दिया. പിന്നെ ബാബയ്ക്ക് അത് നൽകി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ചിന്തിക്കുന്നത്? ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്, അങ്ങനെയാണ്, ഞാൻ ഒന്നും ചെയ്താൽ ശരിയാവില്ല. ബാബ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയാകും. ബാപ് ദാദാ को पत्र लिख कमजोरियां दे दे तो यह पत्र लिखा बाप दादा के कमरे में रख देते हो तो फिर सोचते हो जवाब तो मिला नहीं. പിന്നെ പറയുന്നത് എന്താ? ഞാൻ ബാബയ്ക്ക് കത്തെഴുതി കൊടുത്തു, എന്റെ ദുർബലതകളൊക്കെ എഴുതി ബാബയുടെ മുറിയിൽ വെച്ചു. പിന്നെ ചിന്തിക്കുകയാണ് ബാബ ഒരു മറുപടി തന്നു. ബാബയുടെ നേരെ ഈ വിട്ടുപോകാനേ കുറ്റങ്ങളും കുറവുകളും ബാബയുടെ നേരെ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കണം, അല്ലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് പോകണം, അത് ചെയ്യും ഇത് ചെയ്യും, പിന്നെ ഞാൻ ദുർബലനാണ്. അവർ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പിന്നെ പറയണം ബാബയ്ക്ക് കത്തെഴുതിയിട്ട് മറുപടി. ബാബ് ദാദാ ഐസെ ജവാബിനെ ബാബ പറഞ്ഞു അങ്ങനെയുള്ള മറുപടി ഇപ്പൊ എനിക്ക് എഴുതി തരാൻ പറ്റും. നമ്മളൊരു കത്ത് എഴുതി വെച്ചു. बाबा ഞാനിപ്പോ അങ്ങനെ മറുപടി തരുന്നത്? जो कभी आपने दे दी तो जो कमी आपने दे दी तो बाप दादा उसी जगह पर आपको शक्ति खुशी उमंग उत्साह भर देता. ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഒരു ദുർബലതകൾ വേദനയോടുകൂടി ബാബയ്ക്ക് എഴുതി കൊടുക്കുമ്പോൾ ആ നിമിഷം ബാബ പറഞ്ഞു എഴുതാൻ തീരുമാനമെടുത്ത സമയത്ത് തന്നെ ഞാൻ അത് കാണുന്നുണ്ട്, ഞാൻ ശക്തി നിറയ്ക്കുന്നുണ്ട്, ഉത്സാഹം നിറയ്ക്കുന്നുണ്ട്. അതാണ് എന്റെ മറുപടി. तो जो बाप दादा देता ही वह लेते नहीं. പക്ഷെ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പരാതി, ബാബ മറുപടി നൽകുന്നില്ല, അങ്ങനെയാണ്. ബാബ പറയണു എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ നൽകുന്നത് എടുക്കാൻ പറ്റുന്നില്ല. സിർഫ് സോചിത്തേ ഹോ കി ജവാബ് തോന്നില്ല. പിന്നെ പരാതിയാണ്, മറുപടി തന്നില്ല, മറുപടി തന്നില്ല. ബാബയെ കുറ്റം പറയാം എളുപ്പമാണ്. ഭക്തിയിൽ എന്താ പറയുന്നത്? ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചു. അവർ പറഞ്ഞു ദൈവം അങ്ങനെ കാണിച്ചു, അതുകൊണ്ട് ഇപ്പൊ നിനക്ക് വലിയ മെച്ചൊന്നും ഉണ്ടായില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. ജോ ബാപ്പ് ദേത്താ ഹേ ഉസ്കോ ലേനെ കാ പ്രയത്ന കരും. ബാബ എന്താണോ ആ സമയത്ത് നമുക്ക് നൽകുന്നത് അതൊരു തുറന്ന ഹൃദയത്തോടു കൂടി ബാബ പറഞ്ഞു അങ്ങനെയൊന്നും ഇരിക്കുക, അത് കിട്ടും. ജവാബ് കാ ഇന്ദാസർ നഹി. ബാബ പറഞ്ഞു ഈ മറുപടിയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കെ. ശക്തി ഖുഷിയിലേത്തേ ജാവും. നമ്മളത് ബാബയ്ക്ക് കൊടുക്കുമ്പോൾ അല്ലെ, തന്റെ കുട്ടി തന്റെ ഒരു പ്രയാസം ബാബയുടെ അടുത്ത് പറയുമ്പോൾ ബാബ അത് കാണുന്നുണ്ട്, ബാബയ്ക്കാനുള്ള കഴിവുണ്ട്, ബാബ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാബ പറഞ്ഞു ഈ നെഗറ്റീവ് മനസ്സ് വെച്ചിട്ട് അവിടെ പോയി ഇരുന്ന് പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാബ അതെങ്ങനെ കിട്ടും? फिर देखो कितना अच्छा उमंग उत्साह रहता. അതൊന്ന് എടുത്തു നോക്ക്. ബാബ പറഞ്ഞു അപ്പോൾ കാണാൻ പറ്റും എത്ര ഉത്സാഹം ജീവിതത്തിൽ. जिस कड़ी अपनी कमजोरी लिखते हो व निमित्त बनी हुई आत्माओं को सुनाते हो तो दे दो दे दी माना खत्म. ഏത് നിമിഷം നമ്മൾ നമ്മുടെ ദുർബലത ബാബയ്ക്ക് എഴുതി അല്ലെങ്കിൽ നിമിത്തമായ ആത്മാവിനോട് പറഞ്ഞു, ബാബ പറഞ്ഞു ആ നിമിഷം അത് എനിക്ക് കിട്ടി, എന്റെ അടുത്ത് നിന്ന് തീർന്നു, നമ്മുടെ അടുത്ത് നിന്ന് തീർന്നു, പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കരുത്. അഭി മിൽ ക്യാ രഹാ വഹ് സോച്ചോ. ഇപ്പോൾ എന്താണ് കിട്ടിയത് അതിനെ കുറിച്ച് ചിന്തിക്കുക. बाप दादा के पास एक एक के कितने पत्र आते, बाप दादा उत्तर नहीं देता, लेकिन जो आवश्यकता है जो कमी है उसको भरने का रिटर्न देता. എത്ര കത്തുകളാണ് ബാബയ്ക്ക് ദിവസവും വരുന്നത് അല്ലെ? എത്ര കത്തുകൾ. അപ്പൊ അവര് എല്ലാത്തിനും ഓരോന്നിനും ഉത്തരം കൊടുക്കുന്നുണ്ടോ അല്ലെ? പണ്ട് ഒരു 500 രൂപ മൗണ്ട് ബിൽ അയച്ചാൽ റിപ്ലൈ വരും. ഒരു 5000 രൂപ അയച്ചാൽ അടുത്ത കാലാവസ്ഥ ഇപ്പൊ മഴയൊക്കെ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരിക്കും റിപ്ലൈ വരും. ഇപ്പൊ 5 ലക്ഷം അയച്ചാൽ പോലും മറുപടി. കാര്യത്തിൽ ഇഷ്ടംപോലെ ഇങ്ങനെ കത്തുകളും ആളുകൾ കൂടിയില്ല, എല്ലാത്തിനും ഇപ്പൊ പാട്ട് വരുന്ന റിപ്ലൈ തരാൻ പറ്റും ഇല്ല അല്ലെ? ബാബയുടെ എല്ലാവർക്കും കത്ത് എഴുതുമായിരുന്നു വ്യക്ത ബാധ്യത. അപ്പൊ ബാബ പറഞ്ഞു എത്ര കുട്ടികളുടെ ദുർബലതകൾ അങ്ങനെ വന്നിരിക്കുന്നത് കത്തുകളായിട്ട്. ആ സമയത്ത് എന്താണോ കുട്ടികൾക്ക് ആവശ്യം ആ കുറവ് ഇല്ലാതാക്കാനുള്ള ശക്തി ബാബ തരുന്നുണ്ട്, ആ നിമിഷം തരുന്നുണ്ട്. ബാക്കി യാദ്പാർദ രോസ് ദേത്തെ. പിന്നെ ഞാൻ ദിവസം മുരളി തരുന്നില്ല, സ്നേഹസ്മരണകൾ നൽകുന്നല്ലേ. കൊയ് ദിൻ ഐസാ ഹെ ജോ യാദ് പ്യാർ ന മിലാ ഹോ. ബാബയുടെ സ്നേഹസ്മരണകൾ കിട്ടാത്ത ഏതെങ്കിലും ഒരു ദിവസം ബ്രാഹ്മണർക്കുണ്ടോ? കേട്ടില്ലെങ്കിൽ ബാബ പറഞ്ഞു ഞാനിപ്പോ എന്ത് ചെയ്യാൻ മുരളി കേൾക്കാത്ത. ബാബ് ദാദാ സബിക്കോ രോസ് 2-3 പേജ് കാ പത്ര ലിഖത്തെ. ബാബ ദിവസവും ഞാൻ 2-3 പേജിന്റെ ഒരു കത്ത് എല്ലാ കുട്ടികൾക്കും എഴുതുന്നുണ്ട്. ഇത്തനാ ബഡാ പത്രത്തോ രോസ് കൊയ് ബി കിസ്കോ നഹി ലിഖത്ത. ഇത്രയും വലിയ കത്ത് ബാബ പറയുന്നു ഒരു ബന്ധുക്കളും ആർക്കും എഴുതാറില്ല ഡെയിലി. കിത്തനാ ബി ആപ്കാ പ്യാരാ ഹോ.
കൊയ്യന ഇത്തന ബഡാ പത്ര ലിഖ, നിങ്ങൾക്ക് എത്ര സ്നേഹമുള്ളവരാകട്ടെ. ബാബ പറയാണ് ഇത്രയും വലിയൊരു കത്ത് എഴുതൂ. അതായത് ബാബയുടെ നേരെ പോലും പരാതികൾ പറയാം അല്ലെ. ഇന്നാള് നമ്മുടെ ഒരു അതിശക്തമായൊരു ഭായി, പേരൊന്നും പറയുന്നില്ല, അതിശക്തമായൊരു ഭായി, ആ ഭായിക്ക് ബാബയെ വിട്ടു. പൊയ്ക്കോട്ടെ, ബാബ പറയാണ് പൊയ്ക്കോട്ടെ. പക്ഷെ അതിന് പറയുന്ന റീസൺ എന്താണ്? പുള്ളി വന്നു പറയാണ് ഇതെല്ലാം ബ്രഹ്മബാബയുടെ ഒരു കളി. പിന്നെ ഇതിനകത്ത് നിമിത്തമായൊരു പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ഒരു വിനാശവും വരാൻ പറ്റില്ല അല്ലേ. ഇതൊക്കെ വെറുതെയാ. അത്രയും ബാബയുടെ ജ്ഞാനിയായ ആത്മാവാണ്. അതാണ് ബാബ പറയുന്നത് മായ ഭയങ്കരമായിട്ട് പിടിക്കും. ഞാൻ ആ ഭായിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഭായി, ഞാൻ 26 വയസ്സിൽ വന്നത്, വർഷം 32, 58 വയസ്സായി. ഇഷ്ടം പോലെ മായ വന്നു, ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ അത് ജീവിച്ചു. പക്ഷെ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ജ്ഞാനത്തിന്റെയും കുഴപ്പമില്ല, ബാബയുടെയും കുഴപ്പമില്ല, പ്രസ്ഥാനത്തിന്റെയും കുഴപ്പമില്ല. പ്രസ്ഥാനത്തിലുള്ളവർ ശരി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിനെ പ്രസ്ഥാനത്തിനെ അടച്ചു പറയേണ്ട കാര്യം അല്ലെ. ബാബ എന്തിനാ പറയുന്നത്? ഈ ജ്ഞാനം ശരിയല്ല എന്നൊക്കെ എന്തിനാ എനിക്ക് പറയുന്നത്? അപ്പൊ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി ആരെയും നമ്മൾ ബാബയെ പോലെ, അതാ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ശക്തി തരുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് 10 ദിവസവും തരുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും അനുമതി നൽകിയിട്ടില്ല, വെറൈറ്റി യോഗത്തിന്റെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ, കേവലം ബിന്ദു ബിന്ദു എന്നല്ലേ പറഞ്ഞില്ലായിരുന്നത്? അവായി പോയി അല്ലെ. ബാബയും കുറ്റം പറഞ്ഞ് പിന്നെ പറഞ്ഞെന്താ, എന്റെ ചെറുപ്പം മുഴുവൻ ഇതിനകത്ത് എനിക്കൊന്നുമില്ല, ഒന്നുമില്ലാണ്ട് വന്ന ആളാണ്. എല്ലാം ബാബ പഠിപ്പിച്ചെടുത്തു. ബാബ പഠിപ്പിച്ചു വെച്ച നിമിത്തമായാലും ബാബയാണല്ലോ ഇത്. എല്ലാം ബാബ പഠിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ആരെങ്കിലും സംസാരിക്കാൻ കഴിവുള്ളവർ ഇതിനകത്ത് വന്നു ഒരാളുമില്ല. പക്ഷെ സംസാരിച്ച് എനിക്ക് പാണ്ഡിത്യമായി, എനിക്ക് ആൾക്കാർ പറയാണ് നിങ്ങളുടെ പ്രസംഗം വളരെ നല്ലതാട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് തലയ്ക്കൊരു തോന്നല്. ഞാനിപ്പോ ആള് കൊള്ളാതെ. അപ്പൊ ബ്രഹ്മകുമാരി ചിലപ്പോ ഇത്തിരി തടസ്സമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ വരികയാണെന്ന് ഞാൻ പുറത്തു പോയിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകും. എന്നിട്ട് ഞാൻ പറയാണ് ഇതിനകത്തുനിന്ന് എനിക്ക് എന്ത് കിട്ടി? പവർ നിന്നിതൊക്കെ പഠിപ്പിച്ചത് ഞാനാണ്. വായി തുറക്കാൻ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിച്ചത് ഞാനാണ്. ഈ എഡിറ്റിങ്ങും അതൊക്കെ പഠിപ്പിച്ചത് ഞാനാണ്. പക്ഷെ അതൊക്കെ മറന്ന് അല്ലെ, പവർ മറന്നോ? പക്ഷെ എന്തിനാണ് എന്നെയും പരിവാരത്തെയും കുറ്റം പറഞ്ഞത്? കർമ്മക്കണക്ക് കൊടുക്കും. എന്നിട്ട് ഇതും കൂടി പറഞ്ഞു, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങി ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞെ, ഒരു പോറയലത്തില്ല ഇതിനകത്ത്, വെറുതെ ചെയ്ത പുണ്യം കളയാതെ. നമ്മളിപ്പോ ഞാൻ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് എനിക്കൊരു പുണ്യമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നോളൂ. എനിക്ക് ഇതിനായിട്ട് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്ത് പാരവയ്ക്കാന്ന് വിചാരിച്ചാൽ പറഞ്ഞു നീ ചെയ്ത പുണ്യം പോകുന്നുള്ളൂ, എനിക്കൊരു കുഴപ്പം വരുന്നു വിചാരിക്കും. അതാ ബാബ പറഞ്ഞത്, സാമർഥ്യമൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അമിതമായ സാമർഥ്യം ഒന്നും കാണിക്കാം. ആരെടുത്ത കളിക്കണേന്ന് കൂടി നോക്കിയപ്പോൾ അത് ധർമ്മരാജന്റെ രൂപത്തിൽ ബാബ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും. ബാബ പറയാണ് ഞാൻ നിങ്ങൾക്ക് കത്തൊക്കെ എഴുതുന്നുണ്ട്. ബാബ പറഞ്ഞു ഇത്രയും വലിയ കത്ത് നിങ്ങൾക്ക് ആരെങ്കിലും എഴുതാറുണ്ടോ? മുരളി പത്രഹീന, മുരളി എന്റെ ഒരു കത്താണ്. ആപ്പിക്ക് ഈ ബാത്തും കാ റെസ്പോണ്ട് ഹോത്താഹീന, എന്ത് കാര്യത്തിനാണെങ്കിലും ബാബ നിങ്ങളുടെ കാര്യത്തിൽ അതിലൊരു മറുപടി. तो इतना बड़ा पत्र लिखते भी बोलते भी तो जो आप विशेष पत्र लिखते हो उसका विशेष रिटर्न भी करते ही क्योंकि लाडले स्किल. ഇത്രയും ദിവസവും സാധാരണ രീതിയിൽ എല്ലാവർക്കും ഞാൻ കത്തെഴുതുന്നുണ്ട്. ഇനി നിങ്ങൾ വിശേഷമായിട്ടൊരു കത്തെഴുതാണെങ്കിൽ അതിന് വിശേഷമായ റിട്ടേണും നൽകുന്നുണ്ട്. കാര്യം നിങ്ങൾ അത്രയും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, വളരെ കാലത്തിന് ശേഷം വേണ്ടുകിട്ടവരാണ്. ബാബ്ദാദ റിട്ടേൺ മേ ശക്തി ഔർ ഖുഷി എക്സ്ട്രാ ദേത്തെ. നമ്മളൊരു കത്ത് അല്ലെങ്കിൽ ഒരു തുറന്ന ഹൃദയത്തോടുകൂടി ബാബയോട് പറയുമ്പോൾ ബാബ എക്സ്ട്രാ നമുക്ക് ശക്തിയും സന്തോഷവും നൽകുന്നുണ്ട്. സിർഫ് ബുദ്ധിക്കോ സദാ കെയർഫുൾ ഔർ ക്ലിയർ. നമ്മുടെ ബുദ്ധിയെ ഒന്ന് ശുദ്ധമാക്കി വെച്ചാൽ മതി. ഒന്ന് കെയർഫുൾ ആയിട്ട് നമ്മൾ ദുർബലരാണ്, പ്രസ്ഥാനം ശരിയല്ല, ബാബ ശരിയല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും കിട്ടുന്നതായിട്ട് തോന്നത്തില്ല. പഹലെ ബി സുനായ ഥാ ഏക് ബാത്ത് അപ്പനെ ബുദ്ധി സെ നികാൽ. ആദ്യമേ ബാബ കേൾപ്പിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധി നിൽക്കണം. वो बातें भी रखी हुई होती है तो बुद्धि क्लियर नहीं होती, इसलिए बाबा जो रिटर्न देता वह मिक्स हो जाता. അപ്പോൾ എല്ലാം ഇങ്ങനെ മനസ്സിൽ വയ്ക്കുന്നത് കൊണ്ട്, ബാബയുടെ മനസ്സിൽ കലർപ്പുള്ളത് കൊണ്ടാണ് ബാബ തരുന്നത് എടുക്കാൻ പറ്റാത്തത്. കബി മിക്സ് കർ ദേത്തെ ഹോ കബി മിക്സ് കർ ദേ. ചിലപ്പോൾ ബാബ പറഞ്ഞു ഞാൻ തരുന്നത് വിട്ടുപോകും, ഒട്ടും കിട്ടുന്നില്ല, ചിലപ്പോൾ കലർന്നു പോകും, നെഗറ്റീവോട് കൂടിയാണ് അത്. കബി കബി കൊയ് ബച്ചെ ക്യാ കർത്തെ.
ബാബ പറയാണ് ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ എന്താ ചെയ്യുന്നത്. ആജ് ഹാൽചാൽ സുനാ പറ ഇന്ന് കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഈ കേൾക്കും. കൈ सोचते सेवा तो कर रहे हैं लेकिन बाप का वायदा है मैं सदा मदद कर ഈ സേവ में तो मदद की नहीं. ചില കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കാണ് ഞാൻ സേവ ചെയ്യുന്നുണ്ട്, പക്ഷെ ബാബ ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ ഞാൻ സഹായിക്കാൻ, ആ സഹായം കിട്ടിയില്ല അല്ലെ. ഓരോരോ ബാബ ഇന്ന് ഓരോരോ കുട്ടികളുടെ പരാതികൾ ബാബ കണ്ടിക്കാൻ. അപ്പൊ ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ സഹായിക്കാന്ന്, നീ ഒന്ന് ഹിമ്മത്ത് വെച്ചാൽ മതി, 1000 മടങ്ങ് ഞാൻ സഹായിക്കാം. 1000 പോയിട്ട് ഒരു കാലം ഒരു പുറത്തേക്ക് കാണും. ബാബയോട് പരാതി. സഫലത കമ്മികൾ, സഫലത കിട്ടിയില്ല. ബാബ്ദാദാനെ ക്യോം നഹി മദദ്. അപ്പൊ ബാബ എന്താ എന്നെ സഹായിക്കാൻ. ഫിർ സോചിത്തെ ഷാഹിദ് യോഗ്യ. പിന്നെ വേറെ രീതിയിൽ ചിന്തിക്കാൻ ഞാൻ യോഗ്യനായിരിക്കില്ല. ശരി ബാബ, ഞാൻ യോഗ്യനാണ്, ഞാൻ പതിതനാണ്, ഞാൻ പാപിയാണ്. ശരി, ഞാൻ നിന്നെ വിട്ടു പോയത്. തീർന്നില്ലേ, പ്രശ്നം തീർന്നല്ലേ. ഇനി ഞാൻ നിനക്കൊരു തടസ്സം. മെയ് സേവാ കർ നഹീം സക്തി മെയ് കംജോർ. എനിക്ക് ഈ ബാബയുടെ സേവ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ദുർബലനാണ്. व्यर्थ सोचते हैं लेकिन अगर कोई बच्चा सेवा की मदद के लिए बाबा के आगे संकल्प करते भी खुली दिल से करो. ബാബ പറഞ്ഞു അനാവശ്യമായിട്ട് ചിന്തിക്കാം. ബാബ പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു കുട്ടിയെ നശിപ്പിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഈ സേവയ്ക്ക് ഇറങ്ങിയിട്ട് ബാബ പറഞ്ഞു സഹായിക്കാതിരിക്കും. പക്ഷെ എന്നിട്ട് തലതിരിഞ്ഞ് ചിന്തിക്കാണ് ബാബ സഹായിച്ചില്ല. പിന്നെ പറയാണ് ആ ശരിയാ, ഞാൻ കൊള്ളാം, ഞാൻ യോഗ്യനല്ല, ഞാൻ ദുർബലനാണ്, എനിക്ക് ഇതിനൊന്നും അർഹതയില്ല, അല്ലെങ്കിൽ എന്റെ പാർട്ട് എങ്ങനെ. ബാബ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഞാൻ എന്ത് ചെയ്യും. ബാബ പറയാണ് ഈ നിങ്ങളൊരു തുറന്ന ഹൃദയത്തോടുകൂടി എന്റെ അടുത്ത് സങ്കല്പം വയ്ക്കും. ലേക്കിൻ ഇസ്കാ റിട്ടേൺ ബാപ്ദാദാ സേവാ കെ സമയ വിശേഷ മദദ് ദേത്തെ ഹൈ സിർഫ് ഏക് വിധി അപ്പനാവും. ബാബ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്, വിശേഷമായിട്ട് സഹായിക്കുന്നു. ഈ വിധി, അതായത് ബാബ പറഞ്ഞു ഒരു തുറന്ന ഹൃദയത്തോടുകൂടി ഇത് ചെയ്യും. കൈസേ ബി മുഷ്കിൽ സേവാ ഹോ ലേക്കിൻ ബാബുക്കോ സേവാ ബി ബുദ്ധി സെ അർപ്പൺ കർ. എന്ത് സേവനമാകട്ടെ, എന്ത് ബുദ്ധിമുട്ടുള്ള സേവനമാണെങ്കിലും ബാബ പറയാണ് അതിനൊരു വിധിയുണ്ട്. അതെന്താണ്? ബുദ്ധി കൊണ്ട് അത് അർപ്പണം ചെയ്ത് ചെയ്യും. മേംനെ കിയാ സഫലത നഹി മേം കഹാം സെ ആയി. ബാബ തിരിച്ചിട്ടാണ്, ഞാൻ ചെയ്തു ബാബ സഹായിച്ചില്ല. അപ്പൊ ബാബയ്ക്ക് ഞാൻ എവിടെ നിന്ന് പറയുമ്പോ എന്താ പറഞ്ഞ, ബാബ ജയിപ്പിച്ചു, ഞാൻ നിമിത്തമാണ്, ബാബയാണ് ജയിപ്പിച്ചു. ബാബ സഫലതയില്ലെങ്കിൽ എനിക്കല്ല നഷ്ടം, നിനക്കെന്താ നഷ്ടം. അപ്പൊ ഈ ഞാൻ എവിടെ നിന്ന് കയറി വന്നു. ബാബ കരൻ കരാവൻഹാർ की जिम्मेवारी भूल करके अपने ऊपर क्यों उड़ाई. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ്. ആ ഉത്തരവാദിത്തം മറന്ന് എന്തിനാണ് ഉത്തരവാദിത്തത്തിന്റെ ഭാരം തലയിലേറ്റിയത്. സേവ ചെയ്തിട്ട് സഫലത കിട്ടി. ബാബ പറഞ്ഞു സേവ ചെയ്താൽ നിമിത്ത ഭാവത്തോടുകൂടി ചെയ്ത സഫലത കിട്ടും. കിട്ടിയില്ലല്ലോ, നിമിത്ത ഭാവം ഉണ്ടായിരുന്നു. ബാബ നിമിത്ത ഭാവം ഉണ്ടായിട്ടും സേവനത്തിൽ സഫലത കിട്ടിയില്ലെങ്കിൽ ബാബ പറയാണ് അസഫലതയുടെ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ അത് വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ബാബയല്ല ഉത്തരവാദിത്വം. നല്ലൊരു പരിപാടി വെച്ചു നമ്മള്, ഭയങ്കരമായ മഴ പെയ്യും അല്ലെ. എറണാകുളത്ത് മെഗാ പ്രോഗ്രാമിന് കഷ്ടപ്പെട്ടിട്ട് കയ്യും കണക്കില്ല. 35 ലക്ഷം രൂപ മുടക്കി 500 സേവാധാരികൾ എത്ര നാളത്തെ സേവ ചെയ്യും. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോട്ടോ എന്തായിരുന്നു? ഫ്രണ്ടിൽ തന്നെ, അല്ലെങ്കിൽ അവർ പേപ്പറിൽ ഫോട്ടോ ഇട്ടിട്ടില്ല, കസേരയും പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ധാരാളം പേരുടെ മനസ്സിൽ ചെന്നു എന്താ ബാബ ഇങ്ങനെ കാണിച്ചത്. വന്നത് ആരാ? ഗുൽസാർ ദാദു. കാലമേതാ? ജാനുവരി, മഴക്കാലമല്ല, അന്ന് മാത്രം മഴ, അതും കൊണ്ടുപിടിച്ച മഴ. സ്വാഭാവികമായിട്ടും ധാരാളം പേരുടെ മനസ്സിൽ ചിന്ത വന്നു. പക്ഷെ അതിന്റെ പിറകിൽ ചില കാരണങ്ങളുണ്ടെന്ന് എനിക്കൊക്കെ സുവ്യക്തമാണ്. മഴ പെയ്യണമായിരുന്നു. കാരണം അത്രയും ചിലര് ഉണ്ടാക്കി. ബാബർ അതവിടെ ഇരിക്കട്ടെ, ബാബറിന്റെ പരിപാടി എന്റെ അല്ലേ, എന്റെ പരിപാടിക്ക് മഴ പെയ്താൽ നിൽക്കുന്ന എന്റെ പരിപാടിക്ക് മഴ പെയ്തു, അത് തകർന്നു പോയി. ബാബയ്ക്ക് തകർന്നു പോയി. കാര്യം ആ പ്രതിസന്ധികളിൽ കലൂർ സ്റ്റേഡിയത്തിൽ ചില ഒരാളെ കൊണ്ടുവരാൻ പണിയെടുത്തു. 30,000 പേര് കയറി വന്നു, 800 പോലീസുകാർ വന്നു. കാരണം പോലീസിന് അവർക്ക് എപ്പോഴും ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഇന്റലിജന്റ് വർക്ക് ഉണ്ടാവുമല്ലോ. ആ ഇന്റലിജന്റ് വർക്കിൽ അവർക്ക് മനസ്സിലായത് ഇവിടെ ഭയങ്കര ആള് വരും. അത്രയും രീതിയിലാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആളുകൾ ചോദിച്ചത് ആരെ ഈ വരുന്നത് ആരെ? കാര്യം അത്രയും ബോർഡുകൾ വെച്ചിരിക്കുക, അത്രയും കൊടികള്, അത്രയും നോട്ടീസുകൾ, ലക്ഷക്കണക്കിന് നോട്ടീസുകൾ. അപ്പൊ പോലീസിന് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറയാണ്ട് തന്നെ 800 പോലീസുകാരെ നിർത്തി.
അപ്പൊ ബാബയ്ക്കാണ് എന്റെ പരിപാടി പൊട്ടിപ്പോയാലും നിങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പൊ അതാ ബാബ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ തലയിൽ ഇതെടുക്കാം? ഉത്തരവാദിത്വം ഏഹ് റോങ് ഹോ ജാത്ത, അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ്. ബാക്കി ബാബുക്ക് സേവ ഹെ ബാബ ആവശ്യ കരേക, എന്റെ സേവ ഞാൻ ചെയ്യിപ്പിച്ചോളാം. അപ്പൊ അതിന്ന് പഠിക്കേണ്ടവർക്ക് പഠിച്ചില്ലേ? ഇത്രയും ചെയ്തിട്ട് ഒരു അസഫലതയിൽ മനസ്സ് കുലുങ്ങാണ്ടിരുന്നു. ഗുൽസാർദാദിയുടെ മനസ്സ് കുലുങ്ങി. ഗുൽസാർദാദിയുടെ മനസ്സ് ഗുൽസാർദി സംസാരിക്കുമ്പോ മഴ, ഒരു കുലുക്കൂല. ബാബന്റെ എന്ത് പഠിപ്പിക്കും? ചിലരിങ്ങനെ ചിന്തിച്ചു, ദാദി ജാനകിയായിരുന്നു മഴ പെയ്യില്ല. ചിലർ അങ്ങനെയൊക്കെ പറയാറ്. ഗുൽസാർദാദിക്ക് ഒരു ചിന്തയില്ല, ആ മഴ പെയ്യട്ടെ, അത് ബാബയുടെ ഇഷ്ടം, മഴ പെയ്യട്ടെ, പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. എല്ലാം എന്നെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അസഫലത ബാബ പറഞ്ഞു, വിധിപൂർവം ചെയ്തിട്ടും അസഫലത ഉണ്ടെങ്കിൽ അസഫലതയുടെ അനുഭവം തരാൻ വേണ്ടിയിട്ടാണ്. ബാബ ഇതാ പറയുന്നത്, എന്റെ സേവയല്ലേ, അത് ഞാൻ ചെയ്യിപ്പിച്ചോളാന്ന്. ബാബുക്കോ ആകെ രഘോ അപ്പനേക്കോ ആകെ നഹി രഘോ, ബാബയെ മുന്നിൽ വെച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാ സ്വയം മുന്നിലേക്ക് ഞാൻ എന്ന് പറഞ്ഞു വന്നത്? മെംനെ യഹ് കിയ യഹ് മേം ശബ്ദ സഫലതക്കോ ദൂർ കർ. ഞാൻ വാശിക്ക് വേണ്ടി ചെയ്യും, മത്സരത്തിന് വേണ്ടി ചെയ്യും, ഞാൻ കാണിച്ചു തരാം. അതൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. പരിവാരത്തിലെ മത്സരം വരും, അപ്പൊ ഞാനും കാണിച്ചു തരാം. ബാബ പറഞ്ഞു, ഒന്ന് രണ്ടെണ്ണം ജയിച്ചു കഴിയുമ്പോഴേ ഞാൻ എന്നുള്ള തലേ കയറല്ലേ. അതാ ബാബ പറഞ്ഞു, സാമർത്ഥ്യം വലിയ വിളച്ചിട്ടെടുക്കല്ല, അടിമേടി. അതിനെ ബാബ പറയുന്ന നിമിത്തമാരുടെ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുമായിരിക്കും. അതുകൊണ്ട് എന്താ നഷ്ടമുള്ളത്? എല്ലാവരും കൂടി കൂടി ചെയ്ത് എന്താ നഷ്ടമുള്ളത്? നല്ല നഷ്ടമാണ്. ഭാരം എല്ലാവരും കൂടി ഷെയർ ചെയ്തോളൂ, അല്ലെങ്കിൽ ടെൻഷനാണ്. ഞാൻ ചെയ്തു. ബാബ പറയാണ്, ഈ മേം എന്നുള്ള വാക്കാണ് സഫലതയെ അകറ്റുക. ഇത് സമച്ച മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായോ? അച്ഛ चारों मोर के सदा उमंग उल्लास में उठने वाले तीव्र पुरुषार्थी आत्माओं को, सदा बाप की दिल में रहने वाली विशेष मणियों को, सदा बाप और आप इस प्रति की छत्र छाई में रहने वाली सदा टहरती कला, गिरती कला और उड़ती कला में आगे बढ़ने वाले, सदा अपने को वैरायटी पॉइंट से खुशी और नशे में आगे बढ़ाने वाली श्रेष्ठ आत्माओं को बाप दादा का याद प्यार और नमस्ते. നാലു ഭാഗത്തുമുള്ള സദാ ഉണർവിലും ഉത്സാഹത്തിലും പറന്നുകൊണ്ടിരിക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ ആത്മാക്കൾക്ക്, നാലു ഭാഗത്തുമുള്ള സദാ ഉണർവിലും ഉത്സാഹത്തിലും പറന്നുകൊണ്ടിരിക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ ആത്മാക്കൾക്ക്, സദാ ബാബയുടെ ഹൃദയത്തിൽ കഴിയുന്ന വിശേഷ മണികൾക്ക്, സദാ ബാബയും ഞാനും ഈ സ്മൃതിയുടെ കൊടക്കീഴിനകത്ത് കഴിയുന്ന, സദാ നിൽക്കുന്ന കലയിൽ നിന്നും വീഴുന്ന കലയിൽ നിന്നും മറികടന്ന് പറക്കുന്ന കലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, സദാ ബാബയും ഞാനും എന്ന സ്മൃതിയുടെ കൊടക്കീഴിനകത്ത് കഴിഞ്ഞ് നിൽക്കുന്ന കലയിൽ നിന്നും വീഴുന്ന കലയിൽ നിന്നും മറികടന്ന് പറക്കുന്ന കലയിൽ സദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, സദാ വൈവിധ്യമാർന്ന പോയിന്റുകളിൽ സന്തോഷവും ലഹരിയും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരം. വരദാനം. ब्राह्मण जीवन में अलौकिक मौजों का अनुभव करने वाले कर्मों की गुह्य दिग्गे ज्ञाനം. ബ്രാഹ്മണ ജീവിതത്തിൽ അലൗകിക ആനന്ദത്തിന്റെ അനുഭവം ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുഹ്യഗതിയുടെ അറിവുള്ളവരായി. ബ്രാഹ്മണ ജീവിതത്തിൽ അലൗകിക ആനന്ദത്തിന്റെ അനുഭവം ചെയ്യുന്ന കർമ്മത്തിന്റെ ഗുഹ്യഗതിയുടെ അറിവുള്ളവരായി ഭവിക്കൂ. ब्राह्मण जीवन मौज की जीवन है, लेकिन मौज में रहने का अर्थ यह नहीं जो आया वह किया मस्त रहे. ബ്രാഹ്മണ ജീവിതം ആനന്ദകരമായ ജീവിതം, എന്നാൽ ഇതിന്റെ അർത്ഥം തോന്നിയതൊക്കെ ചെയ്യുക, ആനന്ദിക്കുക എന്നുള്ളതല്ല. ബാബ നേരത്തെ പറഞ്ഞില്ലേ, ഡ്രസ്സൊക്കെ ധരിച്ചു, ഇതുവേണേയും കഴിച്ചു, പക്ഷെ എന്റെ നിയമങ്ങൾക്ക് അകത്ത് നിൽക്കണം. അപ്പൊ ബാബ പറയാണ്, ആനന്ദത്തോടു കൂടി ജീവിക്കാൻ ബാബ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിക്കാൻ, എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ ജീവിക്കും. ഏഹ് അല്പകാല കെ സുഖ കെ മൗജ് വ അല്പകാല കെ സമ്പത്ത് കെ മൗജ് സദാകാൽ കി പ്രസന്ന ചിത്ത സ്ഥിതി സെ ഭിന്ന ഹെ. ബാബ പറയണു, ജ്ഞാനത്തിന്റെ ആധാരത്തിലുള്ള സദാകാലത്തെ ആനന്ദകരമായ ജീവിതവും ഇഹലോകത്തിലെ കൊച്ചു കൊച്ചു സുഖങ്ങൾ എടുത്ത് കൊച്ചു കൊച്ചു തോന്നിവാസങ്ങൾ കാണിച്ച് ലഭിക്കുന്ന അല്പകാല സുഖവും അല്പകാല സംബന്ധവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ജോ ആയ വഹ് ബോല, ജോ ആയ വഹ് കിയ, ഹം തോ മജ് മേ രഹത്തെ, ഐസെ അല്പകാൽ കെ മൻ മൗജി രഹിത്. എന്തു വന്നു അത് ഞാൻ അങ്ങ് പറഞ്ഞു, എന്തു വന്നു തോന്നി അത് ഞാൻ അങ്ങ് ചെയ്യും, എന്നിട്ട് ആനന്ദത്തിൽ കഴിയും. ബാബ പറയണു, അങ്ങനെ അല്പകാല ആനന്ദത്തിൽ കഴിയും. വായി തോന്നി വിളിച്ചു പറയുക, വായി തോന്നി ചെയ്യുക. അത് പറയണേ, എങ്ങോട്ട് കാണിച്ചാൽ ഞാൻ അങ്ങോട്ടും കാണിക്കും, കൂട്ടുപിടിക്കാം അല്ലെ. ബ്രാഹ്മണ പരിവാരത്തിന്റെ നിയമങ്ങളും പരിവാരം ഒക്കെ വേണം. കൂട്ടുകൾ ഉണ്ടാക്കിയിട്ട് എന്താ, നമുക്ക് അങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം,
ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ചിരിക്കുക, കളിക്കുക, അത് പറയുക, ഇത് പറയുക. ബാബ പറയാണ് ഈ അല്പകാലത്തെ കാര്യത്തിലേക്ക് പോകുന്നത്. സദാകാലക്ക് റുഹാനി അലൗകിക മൗജ്മേരം, സദാകാലത്തെ ആത്മീയ അലൗകിക ആനന്ദത്തിൽ കഴിയും. യഹി യഥാർത്ഥ ബ്രാഹ്മണ ജീവിതം. ഇതാണ് ശരിയായ ബ്രാഹ്മണ ജീവിതം. മൗജിക്കെ സാത്ത് കർമ്മം കി ഗുഹ്യഗതിസെ ജാത. ആനന്ദം വേണം. ബാബ പറയണു അതിനോടൊപ്പം തന്നെ കർമ്മത്തിന്റെ ഗഹനാഗതിയെ കൂടി മനസ്സിലാക്കിക്കോളൂ. സ്ലോഗൻ: അഹം और വഹം में आने के बजाय सर्व पर रह. ഞാനും പിന്നെ വഹം എന്ന് വെച്ചാൽ ചില തെറ്റിദ്ധാരണകൾ. അഹം ഞാൻ എന്ന ഭാവം കുറെ തെറ്റിദ്ധാരണകളുടെ വരുന്നതിന് പകരം എല്ലാവരോടും ദയവുള്ളവരായി. ചിലർ വെറുതെ ഗസ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ ബാബ എന്നെ സഹായിക്കുന്നില്ല, ബാബ മറുപടി. അതുപോലെ തന്നെ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് ഓരോന്ന് കാണും. ബാബ പറയുന്നു ദയവുള്ളവരായിട്ട്. അപ്പൊ ഇന്ന് ബാബ ഇതാണ് പറഞ്ഞത്, നമ്മളെല്ലാവരും സദാ പറന്നുകൊണ്ടിരിക്കണം. ഈ ബ്രാഹ്മണ ജീവിതം ബാബ പറയാണ് ഇതൊരു ബോറടിക്കാനുള്ള ജീവിതമോ ഒരു വിരക്തിയുടെ ജീവിതമോ അല്ല, ഇതൊരു ആനന്ദകരമായ ജീവിതമാണ്. അതിനുള്ള ധാരാളം പോയിന്റുകൾ ബാബ നൽകുന്നുണ്ട്. യോഗത്തിനും ജ്ഞാനത്തിനും സേവനത്തിനും എല്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് ആനന്ദത്തോടുകൂടി പറന്നുകൊണ്ട് തന്നെ ഇരിക്കണം. അതിന് വൈവിധ്യങ്ങൾ കൊണ്ടുവരണം. കേവലം ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബോറടിക്കുന്നത്. ബാബ പറയണം ആ വൈവിധ്യങ്ങൾ ലിമിറ്റ് വിട്ട് പോകാണ്ട് നോക്കിയാൽ മാത്രം മതി. ബാബ പറയുന്നതിനകത്ത് നിൽക്കണം. പക്ഷെ പലപ്പോഴും പറന്ന് കുട്ടികൾ തളർന്നു പോകും. ചിലപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ലൗകികത്തിലേക്ക് തിരിച്ചു പോകാൻ ചിന്തിക്കുന്നു. ചിലർ പിന്നെയും ബാബയുടെ സ്നേഹം പറഞ്ഞ് നിൽക്കുന്നു. ചിലർ ധാരാളം പരാതികളാണ് ബാബയോട് പറയുന്നത്. ബാബ സഹായിക്കുന്നില്ല, പരിവാരം അങ്ങനെയാണ്, അതാണ്, ഇതാണ്. ബാബ ഇതൊക്കെ കടന്നപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ബാബ സഹായിച്ചിട്ടുണ്ട്. ബാബ എല്ലാ കാര്യത്തിനും ബാബ കൂടെ ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ബാബയുടെ വളരെ കാലത്തിന് ശേഷം വീണ്ടും കിട്ടിയ ഓമന കുട്ടികളാണ്. ബാബ പറഞ്ഞിട്ട് ഇറങ്ങിയ കുട്ടികളാണ്. ഈ മായായുദ്ധത്തിന്റെ കാഠിന്യവും ബാബയ്ക്ക് അറിയാം. ബാബ ഞാൻ സഹായിച്ചില്ല എന്ന് പറയരുത്. പക്ഷെ അവരവരുടെ ബുദ്ധിയിലെ കലർപ്പ് കാരണമാണ്. തന്റെ തന്നെ ദുർബലതകളെ കുറിച്ച് അമിതമായി ചിന്തിച്ചും ആവശ്യമില്ലാത്ത പരാതികളും പരിഭവങ്ങളും പറഞ്ഞും ബാബ പറഞ്ഞു ബുദ്ധിയെ കലക്കി വെച്ചിട്ട് ബാബ സഹായിച്ചില്ല എന്ന് പറയരുത്. അങ്ങനെ 3-4 പോയിന്റുകൾ ബാബ പറഞ്ഞിരുന്നു. സഫലത കിട്ടുന്നില്ല, ബാബയുടെ ഹെൽപ്പ് കിട്ടുന്നില്ല, റിപ്ലൈ കിട്ടുന്നില്ല. ബാബയുടെ എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അത് അവരവരുടെ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വരദാനത്തിൽ പറഞ്ഞൊരു പോയിന്റ്, ഈ ലൗകികത്തിലെ ആവശ്യമില്ലാത്ത മത്സരങ്ങളും തർക്കങ്ങളും അതേപോലുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് 3-4 പേരെ ബാബന് ചിരിക്കാനും കളിക്കാനും കിട്ടും. പക്ഷെ അത് നാശത്തിലേക്കാണെന്ന് മനസ്സിലാക്കണം. കർമ്മത്തിന്റെ ഊരാ കുടുക്കുകളിലേക്ക് പോകുന്ന മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം മാറി ശാശ്വതമായ ആനന്ദത്തിന്റെ വഴിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബു. आपके वरदानों में पल रहे हैं हम बाबा, आपके वरदानों में पल रहे हैं हम बाबा। हाथ देकर हाथ में चल रहे हैं हम बाबा, आपके वरदानों में पल रहे हैं हम बाबा, आपके वरदानों में पल रहे हैं हम बाबा।